and we're getting started with a fireside chat on stage. Understanding culture and diversity in building communities. വളരെ എൻഗേജിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ തുടങ്ങാനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആൻഡ് വി ഹാവ് 2 firebrand women coming on stage to spark your ideas, your thoughts on this topic. The first speaker, the first person engaging in this conversation is one of Kerala's prominent Bharatanatyam exponents. She's also a musician, writer, and educator. She's a pioneer in introducing Malayalam poems, folk music, and compositions of social reformer Sri Narayana Guru in her extraordinary vision and conceptualization of visual narratives. Very proud to present to you Dr. Rajashri Warrier. Welcome on stage, ma'am. And joining her on stage to be in conversation with her, ഇനിയും ഒരു മുഖം ഒരു ആവശ്യമില്ല, കാരണം ഇപ്പോൾ നമ്മളോട് സംസാരിച്ച് നമ്മുടെയൊക്കെ മനസ്സിനെ ചിന്തിപ്പിച്ച very favorite Ms. Rekha Menon coming back on stage, a well-known media personality from Kerala, recognized for her work as a television anchor as well as a corporate communications professional. Over to you, ladies. Hi, good afternoon, everybody. എത്ര ശബ്ദമുള്ളൂ? കുറച്ചും കൂടി ആവട്ടെ? Yeah, that's it. So, രാജി, നമ്മൾ എത്ര കൊല്ലത്തെ പരിചയം ഉണ്ടാവും? ഗുഡ് ആഫ്റ്റർനൂൺ. അയ്യോ, നേരത്തെ ചോദിച്ചിരുന്നെങ്കിൽ എന്നെ എടുത്തിട്ട് അതന്നെ, കണക്കറിയില്ല, അങ്ങനെയാണ് ഞങ്ങളുടെ പരിചയം. ഒരു മുഖവര ഞാൻ ആ കാലത്ത് ഞാൻ പറയാം. ഗൂഗിൾ ഇല്ലാത്ത കാലത്ത് ഞങ്ങൾ രണ്ടുപേരും ടെലിവിഷനിൽ വന്നവരാണ്. ഞാൻ 98, യു 97. അപ്പോൾ രാജശ്രീയുടെ പ്രോഗ്രാം രാവിലെ ലൈവാണ്, 7 to 8. കേരളം കണി കണ്ട് ഉണരുന്ന 2 നന്മ ഉള്ള കുട്ടികളായിരുന്നു രാജശ്രീയും പാർവതിയും. സുപ്രഭാതം, അതെനിക്ക് എത്ര പേര് നിങ്ങൾ അത് കണ്ടിട്ടുണ്ട് ഈ ഗ്രൂപ്പിലിരിക്കുന്നവരറിയില്ല, നിങ്ങളുടെ അമ്മമാരും അച്ഛന്മാരൊക്കെ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഷോ എന്ന് പറയുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം 8 മണിക്കാണ്. ഇത് റെക്കോർഡഡ് പ്രോഗ്രാമാണ്, ലൈവല്ല. പക്ഷേ ഇതിന് രണ്ടിനെയും ഒരു ഇതെന്താ വെച്ചാൽ ഗൂഗിൾ ഇല്ലാതെ നമുക്ക് അപ്പോൾ നടത്തി കൊണ്ടുവരുന്ന ഒരു ക്വിസാണെങ്കിലും. സുപ്രഭാതം എന്ന് പറയുമ്പോൾ അന്ന് പത്രത്തിൽ വരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അനലൈസ് ചെയ്ത് പഠിച്ച് അപ്പം തന്നെ ലൈവ് റെക്കോർഡഡ് ആണ്. ഇതാണ് ഞങ്ങളുടെ രണ്ടുപേരും ടെലിവിഷൻ സംരംഭം. അതിനു മുമ്പേ രാജശ്രീ ദൂരദർശനിലും ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇതാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാരണം. ഞങ്ങൾ രണ്ടുപേർക്കും വേറെയും പാഷൻ ഉണ്ടായിരുന്നു. ടെലിവിഷനിൽ ആ കാലത്ത് ഇപ്പം ഞാനൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ തുടങ്ങിയിട്ടുണ്ടാവുക. മലയാളം ടെലിവിഷൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഷോ എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ആദ്യം പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാണ്. പക്ഷേ ആ കാലത്ത് ടെലിവിഷനിൽ ഏറ്റവും പോപ്പുലറാണ് ആരാണെന്ന് ചോദിച്ചാൽ അത് രേഖ മേനോനാണ്. കാരണം രേഖയുടെ രീതിയാണ്. ഞങ്ങൾ രണ്ടുപേരും സിമിലർ ആയിട്ടുള്ളൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. രേഖയുടെ പ്രോഗ്രാമിനൊരു പ്രത്യേക പേരുണ്ടായിരുന്നു, FTQ. പക്ഷെ സിമിലറായിട്ട് വേറെയും പ്രോഗ്രാംസ്, ഫോൺ ഇൻ പ്രോഗ്രാംസ്, ഇന്നിപ്പോൾ അത് സർവ്വസാധാരണമാണ്. അത് ചെയ്യുന്ന കാലത്ത് ഞാൻ സംസാരിക്കും, രേഖയും സംസാരിക്കും. ഞങ്ങൾക്ക് വെവ്വേറെ ദിവസങ്ങളായിരിക്കും. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കും, എന്താ ഹെഡ് മിസ്ട്രസ് ആണോ ഇരിക്കുന്നത്? ഇത്രയും ഗൗരവം സംസാരിക്കുമ്പോൾ. രേഖ അങ്ങനെയല്ല. രേഖ എടുത്ത് സംസാരിച്ചാൽ സന്തോഷം ഇല്ലാത്തവർക്ക് സന്തോഷം വരും. അത്ര സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒരു എന്താ പറയേണ്ട ഒരു ബലമില്ലാതെയാണ് രേഖ ആൾക്കാരോട് ഇടപെടുന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രേഖയെ കാണുന്നത് തന്നെ സന്തോഷമായിരുന്നു. ചിരിക്കാത്തൊരു മുഖമായിട്ട് രേഖയെ കണ്ടിട്ടില്ല. ഞാനും ചിരിക്കുമായിരുന്നു. എല്ലാവരും എന്നോട് പറയുമായിരുന്നു നല്ല ചിരി. പക്ഷെ ചിരി വേറെ, ഉള്ളിൽ നിന്ന് വളരെ സ്വാതന്ത്ര്യത്തോടെയാണ് ഇടപെടുന്നതും സംസാരിക്കുന്നതും. നമ്മൾ തന്നെ ഒരാളാണെന്ന് തോന്നും രേഖയെടുത്ത് സംസാരിക്കുമ്പോൾ. എൻ്റെ അടുത്ത് വരുന്നവർ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയും ചെയ്യും. രാജശ്രീയുടെ ചിരി വരുന്ന അതാണ് ഞാൻ ആ ഭ്രമണം, ആ പദം എന്ന് ഞാൻ പറയുന്ന ഉദ്ദേശം. ഡാൻസ്. സോ ലെറ്റ് us talk about your dance and then. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരുപാട് കാലത്തിന് മുമ്പ് തന്നെ ഭരതനാട്യം ഡാൻസറായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ഈ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ നിൽക്കുമ്പോൾ അറ്റ് ദിസ് പോയിന്റ് കേരളത്തിൽ താങ്കൾ കണ്ടുവരുന്ന ഒരു ചേഞ്ച് ഈ ഡാൻസിനെ കുറിച്ചും ആൻഡ് യുവർ പേഴ്സണൽ ഫേവറേറ്റ്സ് വിൽ കം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഡാൻസിന് യൂണിവേഴ്സലായിട്ട് നോ ലാംഗ്വേജ്, പക്ഷേ യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണെന്നും
കൾച്ചറൽ ബാരിയേഴ്സ് ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷെ താങ്കളുടെ ഒരു ഡാൻസ് ജേർണിയിൽ രാജിക്ക് തോന്നിയിട്ടുണ്ടോ അതിലൊരു ബാരിയേഴ്സ് ഉണ്ടാക്കാനും അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും പറ്റിയിട്ടുണ്ടോ? കേരളത്തിൽ ഡാൻസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. രേഖ പറഞ്ഞ പോലെ അന്നും ഈ ഗൂഗിളും സോഷ്യൽ മീഡിയയും ഒന്നുമില്ല. നമ്മൾ ഡാൻസ് ചെയ്യുന്നതിനേക്കാളും ഒരുപക്ഷെ നമ്മുടെ മുഖം ടെലിവിഷനിൽ കാണുന്നതാണ് കൂടുതൽ പ്രസിദ്ധി ഉണ്ടായിരുന്നത്, വളരെ സ്വാഭാവികമായിട്ടും. പക്ഷേ ടെലിവിഷൻ കോമ്പയറിങ് ചെയ്യുന്ന കാലത്തും ഓൾ ദി വൈൽ ഐ വാസ് ഡാൻസിങ്. അത് പിന്നെയാണ് ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് എന്നുള്ളത് മാത്രം. ഡാൻസിങ്ങിന് വന്നിട്ടുള്ള മാറ്റം ഇപ്പോൾ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ അച്ഛനമ്മമാർ അതിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പണ്ട് കാലത്ത് ടാലൻ്റ് ഉണ്ടായിരുന്നവരെ അച്ഛനും അമ്മയും ഒന്ന് ആലോചിച്ചിട്ടേ കൊണ്ടുവരൂ. കാരണം ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കും? നാളെ 10 കാശുണ്ടാക്കണമെങ്കിൽ ഡാൻസ് കളിച്ചാൽ ഉണ്ടാവുമോ, പാട്ട് പാടിയാൽ ഉണ്ടാവുമോ എന്നുള്ള വളരെ സ്വാഭാവികമായ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഏത് അച്ഛൻ്റെ അമ്മയുടെയും ചിന്ത തന്നെയാണ് പലർക്കും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഭാഗ്യവശാൽ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയായിരുന്നില്ല. അതുകൊണ്ടാണ് അന്നും ഡാൻസ് ടേക്കപ്പ് ചെയ്യാനുള്ളൊരു ധൈര്യം എനിക്കുണ്ടായത്. വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫാമിലി, പേരൻസ്, എൻ്റെ മകൾ ഉൾപ്പെടെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്ന് കാണുന്ന ഒരു മാറ്റം എല്ലാവരും നൃത്തം പഠിക്കുന്നു എന്നുള്ളതാണ്. അതൊരു വളരെ ടാലൻ്റ് ഉള്ളവർ മാത്രം ഒരുപക്ഷെ പണ്ട് അതിലേക്ക് വരുമായിരുന്നെങ്കിൽ ഇന്ന് നൃത്തം പഠിക്കുന്നതിലൂടെ അവരുടെ ടാലൻറ്റിനെ പിന്നെ കണ്ടെത്താനൊരു ശ്രമം. എനിക്ക് തോന്നുന്നു അത് വേറൊരു അപ്രോച്ചാണ് തോന്നുന്നത്. ഒന്നിനും ഒരു കുഴപ്പം പറയാൻ പറ്റില്ല. ഇന്നത്തെ തെറ്റ്, മുൻപിലത്തേത് ശരി, അങ്ങനെ പറയാൻ സാധിക്കില്ല. പക്ഷേ നമുക്കൊക്കെ ഒരു ആസ് എ ഡാൻസർ, പ്രത്യേകിച്ചും ഒരു കേരളത്തിലുള്ളൊരു ഭരതനാട്യം ഡാൻസർ എന്നുള്ള രീതിയിൽ ഒരു നാഷണൽ ലെവലിൽ ഒരു റെക്കഗ്നീഷനിലേക്കും അറിയലിലേക്കും ഒക്കെ എത്തുന്നത് 30 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ്. ഒരു 20ാമത്തെ വയസ്സിലൊരു പ്രൊഫഷണലായി മാറി തുടങ്ങിയെങ്കിൽ 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഡാൻസർ എന്നുള്ളൊരു റെക്കഗ്നീഷൻ പോലും നമുക്ക് ഒരു പക്ഷെ കിട്ടുന്നത്. ഇന്ന് പഠിക്കുന്ന കാര്യങ്ങളെ പഠിച്ച് നമ്മളത് ഇൻറ്റേർണലൈസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മളത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരിക്കും. നമ്മൾക്ക് അതിന് എത്ര വ്യൂവേഴ്സ് കിട്ടുന്നു, എത്ര സ്പീഡിൽ ചെയ്യുന്നു. അപ്പോൾ ക്ലാസിക്കൽ ഡാൻസിൻ്റെ പ്രത്യേകിച്ചും അതിന് വേറൊരു ഉദ്ദേശമുണ്ട്. വളരെ സബ്ലൈമായിട്ടൊരു തലമുണ്ട് അതിനെ മനുഷ്യനെ കുറച്ചും കൂടി ഒരു മെഡിറ്റേറ്റീവ് ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ പ്രാപ്തമായ ഒന്നാണ് ക്ലാസിക്കൽ ഡാൻസ് മ്യൂസിക്കും. അതിൻ്റെ സ്വച്ഛത എവിടെയൊക്കെയോ വിട്ടു പോകുന്നു. ഇല്ലെങ്കിൽ ഏറ്റവും സ്പീഡിൽ ചെയ്യുന്ന, ഏറ്റവും ശരീരബദ്ധമായ ഇത് മാത്രമാണ് നൃത്തം എന്നൊരു തോന്നലിലേക്ക് പോയിരിക്കുന്നു. അതാണ് ഒരു സങ്കടമുള്ളൊരു കാര്യം. അത് പൊതുവെ കേരളം എന്നുള്ളതല്ല, ഇൻ ജനറൽ. രേഖയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും നമ്മുടെ റെസ്പെക്റ്റീവ് ട്രജക്ടറീസിലേക്ക് പോയി. രേഖ ഒരു കോർപ്പറേറ്റ് ഫീൽഡിൽ ജോലി ചെയ്തിരുന്നു. ഷീസ് എ കമ്മ്യൂണിക്കേറ്റർ ഇൻ എവറി സെൻസ്. ഹൗ ഡിഡ് യു മാനേജ് ബോത്ത്? ലൈക്ക് ഇത് പലർക്കും അറിയില്ല എനിക്കൊരു കോർപ്പറേറ്റ് ജോബ് ഉണ്ട്. ഞാൻ ആദ്യം FTQ, അതിൻ്റെ ഒരു കോയിൻസിഡൻസ് ഉണ്ട്. നവംബർ 29, 1998 ആദ്യം ഞാൻ ടെലിവിഷനിൽ വരുന്നത്. ദാറ്റ് ഈസ് ഒരു ബുധനാഴ്ച, പിന്നെ അത് വെള്ളിയാഴ്ചയ്ക്ക് മാറിയത്. അതെന്നെ അപ്രതീക്ഷിതമായിരുന്നു. വെച്ചെങ്കിൽ ചെയ്തിരുന്ന കുട്ടി വരാത്തത് കൊണ്ട് ഞാൻ ആ പ്രൊഡ്യൂസറെയും അന്നത്തെ സ്പോൺസറെയും സഹായിക്കാൻ വേണ്ടി TV-യിൽ വന്നതാണ്. പിന്നെ അതിൽ മുന്നോട്ട് പോയി 1000 എപ്പിസോഡിലേക്ക് എത്തി എന്നുള്ളതാണ്, എസ്പെഷ്യലി ആ ഷോ. പക്ഷേ അന്നും എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, മൾട്ടി ടാസ്ക് ചെയ്യാൻ നമ്മൾ സ്ത്രീകൾക്ക് കറക്റ്റായിട്ട് പറ്റും. അത് വീട്ടിലെ കാര്യമാണെങ്കിലും പല കാര്യത്തിലും. അപ്പോൾ ഇതിന് സമയം ഉണ്ടാക്കാൻ ക്വിസ് ആയതുകൊണ്ട് ശനിയും ഞായറും ആയിരുന്നു കുട്ടികളെ എല്ലാവരും ഫോൺ ചെയ്യാൻ തന്നെ. അപ്പോൾ അതേ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയാണ്. 5 ചോദ്യം കറക്റ്റായിട്ട് ഫാമിലിക്ക് പങ്കെടുത്ത് കിട്ടിച്ച് 1 ഗ്രാം സ്വർണം സമ്മാനം. നമ്മൾ മലയാളികളെ സ്വർണം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് രേഖയില്ല, ഒന്നുമില്ല, ഫോൺ വിളിയോട് വിളിയല്ലേ, എത്ര കോളാന്നറിയോ. ചിലപ്പോൾ സമയത്ത് ഇത് എക്സ്ചേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ മഹാത്മ്യം കൊണ്ടല്ല, അത് സ്വർണം കിട്ടും എന്നുള്ള സന്തോഷത്തിലായിരുന്നു. എന്നാൽ പോലും ആ ഒരു സമയത്തും ഞാൻ എൻജോയ് ചെയ്ത് മൺഡേ ടു ഫ്രൈഡേ ജോലി കഴിഞ്ഞ് സാറ്റർഡേ മോർണിംഗ് ഏഷ്യാനെറ്റിൽ സ്റ്റുഡിയോയിൽ വരും. അന്ന് രാവിലെ കഴിഞ്ഞിട്ട് പോയിണ്ടാവും. എന്നിട്ടാണ് ഞാൻ വരിക എൻ്റെ ഷോയിന്. ഒരു ദിവസം 10 എപ്പിസോഡ് ചെയ്യും ചിലപ്പോൾ, അല്ലെങ്കിൽ 8 എപ്പിസോഡ് ചെയ്യും. അങ്ങനെയായിരുന്നു. പിന്നെ ഒരു മാസത്തിൽ അങ്ങനെ പിന്നെ അതങ്ങനെ പോകും. അന്നൊന്നും ഈ ഗൂഗിൾ ചെയ്യാത്തതുകൊണ്ട് പുതിയ കാര്യങ്ങളൊന്നും വേണം. നമുക്ക് ഉള്ള കാര്യങ്ങളായിരുന്നു. ബോൺവിറ്റ ക്വിസ് ബുക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ കുറേ ആൾക്കാർ എനിക്ക് ഇന്ന ചോദ്യങ്ങൾ ചോദിക്കൂ, ഇന്ന അമ്പലത്തിനെ പറ്റിയിട്ടും പള്ളിനെ കുറിച്ചൊക്കെയുള്ള എനിക്ക് എഴുത്തുകൾ വരും. ഇത്ര വലിയ കെട്ട് എഴുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നാലും നമ്മൾ പക്ഷേ എങ്ങനെ ടൈം മാനേജ് ചെയ്ത് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണോ, 2 കാര്യമുണ്ടോ, ആ 2 കാര്യവും മാനേജ് ചെയ്ത് നമ്മൾ സമയം കണ്ടെത്തും.
അത് ഞാൻ എപ്പോഴും എല്ലാവരോടും കോളേജസിൽ മുമ്പ് പറയുന്ന ഒരു കാര്യമാണ്, ഇഫ് യു ഹാവ് ആൻ അഡീഷണൽ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കരുത്, കൊണ്ട് നടക്കണം. അതിൽ ചില സമയത്ത് ഇപ്പോൾ ഈ വയറാണ്ട യൂട്യൂബ് ചാനലുണ്ടാവും, ചില ദിവസങ്ങളിലേക്കും ഈശ്വര അതെന്തത് നിർത്തണോ, അങ്ങനെ എല്ലാം നമുക്ക് എപ്പോഴും നമ്മളൊരു ട്രെഡ്മില്ലിൽ ഓടർമാരിയാണ്. പക്ഷേ ദാറ്റ് ഗീവ്സ് യു ഹാപ്പിനെസ്. ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത് ഇല്ല വൈകുന്നേരം വരെയും വർക്ക് ചെയ്തതിന് ശേഷമാണ്. രാജി അങ്ങനെ തന്നെയാണ്, ഈക്വലി. എന്തൊക്കെയാ കുട്ടി രേഖ ഒരു ദിവസം 9 എപ്പിസോഡ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ 9ാമത്തെ എപ്പിസോഡിലും രേഖ ഇങ്ങനെ ഫുൾ ഓഫ് എനർജി ആയിരിക്കും. അപ്പോഴും ഇങ്ങനെ ഇനി ഒരു 10 എപ്പിസോഡും കൂടെ ചെയ്യാം എന്നുള്ള ഒരു എനർജി രേഖയ്ക്ക് ഉണ്ടായിരുന്നു. ഐ യൂസ് ടു എൻവി ദാറ്റ്. കാരണം എനിക്ക് അങ്ങനെ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ആൾക്കാരുമായിട്ട് ഇടപഴകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. രേഖ വളരെ അനായാസമായിട്ടാണ് ചെയ്യുന്നത്. രേഖയോട് എല്ലാവർക്കും സ്നേഹമായിരുന്നു. അതാണ് കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, നമ്മൾ രണ്ടുപേരും ഒരേ തരം പ്രോഗ്രാം ചെയ്തിരുന്നു. അപ്പോൾ എന്നെ കാണുന്നവരൊക്കെ എന്നോട് ചോദിക്കും, ആ രേഖയില്ലേ, രേഖ എങ്ങനെയാണ്? അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഞാൻ ചെയ്യുന്നു, എൻ്റെ കൂടെ ചെയ്യുന്ന ആളെക്കുറിച്ച് മാത്രം എന്നോട് ചോദിക്കുന്നു. നമുക്ക് ചിലപ്പോൾ വിഷമം തോന്നാം. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതെപ്പോഴും സന്തോഷമാണ് തന്നിരുന്നതെന്ന് പറയാതെ വയ്യ. കാരണം എന്നെ കാണുന്നവർക്കൊക്കെ രേഖയെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ആ രേഖയെ പോലെ ആകൂ, ഒന്ന് സന്തോഷത്തോടെ ചുണയോടെയൊക്കെ ഒന്ന് ഇരുന്നൂടെ എന്ന് ചോദിക്കുക. ആ വാസ്തവത്തിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ് ഇവിടെ കാണുന്നത്. വെച്ചെങ്കിൽ രണ്ടും ഒരേ പ്രോഗ്രാംസ് ചെയ്തിരുന്ന 2 സ്ത്രീകൾക്ക് ഒരേ ചാനലിൽ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ഇതിൽ എനിമിറ്റി കൊണ്ടുവരാം. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്ഷിപ്പ്. നിങ്ങൾ വിചാരിക്കണം ഞങ്ങൾ എന്നും വർത്താനം പറയുന്നില്ല. കഴിഞ്ഞ ആഴ്ച KLF-ലാണ് ഞാൻ ഈ കുട്ടീനെ ഒരു 10 കൊല്ലത്തിന് ശേഷം കാണുന്നത്. പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും അങ്ങനെ സെയിമാണ്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. രാജി, കമ്മിങ് ടു എ ഡാൻസിൽ രാജി കേരളത്തിൽ നിന്ന് ഇന്ത്യ തലത്തിലേക്ക് പോയപ്പോഴും അതിൽ താങ്കൾ കൊണ്ടുവന്നൊരു ഡിഫറൻസ് മ്യൂസിക്കാലിറ്റി ആൻഡ് അഭിനയ എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് എങ്ങനെ, അതിൻ്റെ എന്താണ്, വാട്ട് ഈസ് ദാറ്റ് പുതിയൊരു സംഭവം ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട്? അത് പുതിയതല്ലാന്ന് തോന്നുന്നു. ഒരു പക്ഷേ പണ്ടുണ്ടായിരുന്നതും പിന്നെപ്പോഴോ നഷ്ടപ്പെട്ടു പോയതുമായ ഒന്നാണെന്ന് പറയണം. പണ്ട് കാലത്ത് നൃത്തം ചെയ്യുന്നവർക്ക് സംഗീതത്തെക്കുറിച്ചും നല്ല ധാരണയുണ്ടായിരുന്നു. എനിക്ക് ഭാഗ്യവശാൽ മ്യൂസിക്കിൽ നല്ലൊരു ട്രെയിനിങ് എനിക്ക് കിട്ടി. ഞാൻ PhD ചെയ്തത് മ്യൂസിക്കിലാണ്. പക്ഷെ PhD ചെയ്തു എന്നുള്ളത് വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ നോളജും ഒക്കെ ആവുമ്പോഴേ അതിന് പ്രയോജനമുള്ളൂ. പക്ഷേ നൃത്തരംഗത്ത് പ്രത്യേകിച്ചും ഭരതനാട്യം എന്ന് പറയുന്നത് അഭിനയത്തിന്, മുഖാഭിനയത്തിന് വലിയ പ്രാധാന്യമില്ല, അല്ലെങ്കിൽ സർവാംഗ അഭിനയത്തിന് വലിയ പ്രാധാന്യമില്ല. അടവുകൾ ഇങ്ങനെ അതായത് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലാത്ത ചലനങ്ങൾക്കും വളരെ പെട്ടെന്നുള്ള ദ്രുത ചലനങ്ങൾക്കുമൊക്കെയാണ് പ്രാധാന്യം എന്നൊരു പൊതുവെ ഒരു തോന്നലുണ്ട്. പക്ഷെ അതല്ല, ഭരതനാട്യം ഞാനൊക്കെ കണ്ടു തുടങ്ങുന്ന ഭരതനാട്യത്തിൽ മുഖത്തിനും വ്യക്തിക്കും മുഖത്തിലുണ്ടാവുന്ന ഭാവങ്ങൾക്കും ഒക്കെ ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. എൻ്റെ ഗുരുമുഖത്തു നിന്ന് പഠിച്ചതൊക്കെ അതായിരുന്നു. അങ്ങനെ വന്നതുകൊണ്ടാവാം എനിക്ക് അഭിനയത്തിൽ ഒരു പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അഭിനയം എന്ന് പറയുന്നത് കുറച്ചൊക്കെ സഹജമാണ്. അത് ഒരു ഇന്നേറ്റ് ഒരു ടാലൻ്റ് ആണ്. അത് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമല്ല. അപ്പോൾ അത് ഉള്ളവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ മ്യൂസിക്കിൻ്റെ ഒരു ഇത്രയും പശ്ചാത്തലം ഉള്ളത് കൊണ്ട് എനിക്ക് പദങ്ങളും ജാവളി ഇങ്ങനെയൊക്കെ പല മ്യൂസിക്കൽ ഫോംസ് ഉണ്ട് കേട്ടോ. അങ്ങനത്തെ മ്യൂസിക്കൽ ഫോംസ് ചെയ്യുമ്പോൾ എനിക്കതിൽ എൻ്റെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടായി തുടങ്ങി. അതെൻ്റെ ഒരു മ്യൂസിക്കൽ നോളജ് തന്നെയാണ് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ പ്രൊഡക്ഷൻസിൽ ഞാൻ തന്നെ മ്യൂസിക് ചെയ്യും. എനിക്ക് വേണ്ട സംഗീതം എന്തൊക്കെ ചെയ്യും. ഞാൻ കണ്ട രാജശ്രീന്ന് ഒരു 10 മടങ്ങ് മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ ഡോക്ടർ കിട്ടി തന്നെ എന്നോട് വിളിച്ച് പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ 4 ആളെ അറിയിക്കേണ്ടതാ, പക്ഷെ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് പുസ്തകത്തെ കാര്യം അറിയാം. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഈ സമയം അത് അങ്ങോട്ട് ചോദിക്കട്ടെ. ഇതെല്ലാം ഒന്നാണ്. ഈ സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന രേഖ നേരത്തെ പറഞ്ഞ പോലെയാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ നമ്മളത് ചെയ്യും. നമ്മൾ 2 കൂട്ടരും ഒരു പക്ഷേ എനിക്കിത് ഇഷ്ടമുള്ള കാര്യം തന്നെ എൻ്റെ ജീവിതമാർഗമായി എന്നുള്ളതേ ഉള്ളൂ. അത് ആ മാർഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കുറച്ചു കാലം ഞാൻ ടെലിവിഷനിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു അടിസ്ഥാനം ഉണ്ടാക്കി വെക്കാൻ അത്യാവശ്യം കഴിക്കാനുള്ള മാമുണ്ടാൻ. അപ്പോൾ അതൊരു സമയത്ത് എത്തിയപ്പോൾ എനിക്ക് അതിൽ നിന്ന് പുറത്ത് വന്നേ പറ്റുള്ളായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റി. അതെനിക്ക് ഇൻകം ജനറേറ്റിംഗ് കാര്യമായി മാറുകയും ചെയ്തു. രേഖയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രേഖയോട് ചോദിക്കാനുള്ളതേ, നമ്മൾ ആദ്യകാലത്തൊക്കെ പ്രസൻറ്റേഷൻ ചെയ്യുന്നതിന് രേഖ ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നു. പക്ഷെ ഇപ്പോഴും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത്ര കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് രേഖ മേനോൻ. ഇന്നത്തെ ജനറേഷനിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല.
എത്രമാത്രം മഹത് വ്യക്തിത്വങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ രേഖ ടെലിവിഷൻ ഒരു പ്രസൻറ്റർ എന്നല്ല, അവരൊക്കെ റെസ്പെക്റ്റോടു കൂടി കാണുന്ന ഒരു ആങ്കർ പേഴ്സണാണ് രേഖ. അപ്പോൾ അതിൻ്റെ ഒരു രഹസ്യം എന്താണ് രേഖ? അയ്യോ, രഹസ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഈ ഒരു ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരാൾ നമ്മളെക്കാൾ സ്മാർട്ടറാണ്. അത് ടെലിവിഷൻ കാണുന്ന ഒരു പ്രേക്ഷകനാണെങ്കിലും നമ്മുടെ മുമ്പിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരാളും. ഞാൻ എപ്പോഴും പറയും, ഞങ്ങൾ ടി വി ആങ്കറിങ് തുടങ്ങിയപ്പോൾ എനിക്കുള്ള സമയം 10 സെക്കൻഡാണ് റിമോട്ട് കൺട്രോൾ ചേഞ്ച് ചെയ്യണ സമയം. ആ 10 സെക്കൻഡിൽ നിങ്ങൾ ഒരാളെ ഓ ഇത് കൊള്ളാലോ എന്ന് പറയിപ്പിക്കണമെങ്കിൽ ഇവർക്കൊക്കെ ആ ഒരു, എനിക്ക് സ്വർണം ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കൂടിയും ലൈവ്ലി ആയിട്ട് അന്നത്തെ ഒരു ക്വിസ് എന്ന് പറയുന്നത് വളരെ അച്ചടി ഭാഷയിൽ എനിക്കത് വരില്ല. ഞാൻ എൻ്റെ സ്ഥിരസ്ഥല എൻ്റെ വള്ളുവനാടൻ ഭാഷയും എൻ്റെ തൃശ്ശൂർ ഭാഷയൊക്കെയാണ് ഞാൻ സംസാരിച്ചത്. ദാറ്റ് ബിക്കെയിം മൈ ഓൺ വേ. പിന്നെ ഒരു വളരെ പ്രസിദ്ധമായൊരു ക്യാമറമാൻ എന്നോട് പറഞ്ഞു, ഹോ ഇപ്പം രേഖാമേനെ തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങി. പക്ഷെ ആ ഒരു ഇതൊന്നും ഞാൻ എപ്പോഴും പഠിച്ചേക്കുന്ന ഒരു കാര്യം വെച്ചാൽ റിസർച്ച് മേക്സ് യു മോർ ഫ്രണ്ട്ലി വിത്ത് പീപ്പിൾ. അതായത് കയ്യിൽ കോണ്ടന്റ് ഉണ്ടോ നമുക്ക് സംസാരിക്കാനായിട്ട്. ചിലപ്പോൾ വരുന്ന ആൾക്ക് വളരെ വിഷമമില്ലാത്ത രീതിയിൽ ഒരു കാര്യം ചോദിച്ച് അദ്ദേഹത്തിൻ്റെ, എൻ്റെ ആദ്യത്തെ ചോദ്യമാണ് ഞാൻ പഠിച്ചു വരുന്ന ചോദ്യം. പിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ അടുത്ത ആൾക്ക് ആ ചോദിച്ചതിനുള്ള ഉത്തരത്തിനാണ് എൻ്റെ അടുത്ത ചോദ്യം. സോ അങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടാവണമെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കയ്യിൽ എന്തെങ്കിലും വേണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൊട്ട് ഡാൻസിനെ കുറിച്ച് ഞാൻ ചോദിച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മ്യൂസിക്കാലിറ്റിയും അഭിനയമൊക്കെ ഞാൻ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. അല്ല, നമ്മളെപ്പോഴും ഒരു ബേസിക് ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു അല്ലേ? ആരെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നതിന് മുൻപും ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ അവരെക്കുറിച്ച് ഒരു മിനിമം ഒരു ധാരണ, ബാക്കി നമുക്ക് സംസാരിച്ചുണ്ടാക്കിയെടുക്കാം. അത് വളരെ പ്രധാനമായിരുന്നു. അത് മാത്രമല്ല, രേഖയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിരുന്ന കാലത്ത് രേഖ സംസാരിക്കുമ്പോൾ വളരെ സ്വാതന്ത്ര്യത്തോടെ ഇടപെടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളും ചോദിക്കും, പക്ഷേ അതിലൊരു അജണ്ട ഉണ്ടായിരുന്നില്ല. ഇയാളുടെ വളരെ പേഴ്സണൽ ഒരു കാര്യം പറഞ്ഞ് ഇയാളെ കരയിച്ചിട്ടേ ഞാൻ വിടൂ എന്നൊരു സാധനം ഇല്ലായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോകുമ്പോൾ അവർ സന്തോഷത്തോടെയാണ് പോകുന്നത്, അവർ മനസ്സ് നിറഞ്ഞാണ് പോകുന്നത്. നമ്മൾ ഒരിക്കലും പ്രേക്ഷകർക്ക് എന്താണ് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുകയോ മനഃപൂർവ്വം അവരുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും ഒരു വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പിടിച്ചു പുറത്തിടുകയോ അങ്ങനെ ചെയ്തിട്ടില്ല. കുറച്ചൊരു സ്നേഹം അതിൽ അല്ലേ ഉണ്ടായിരുന്നു. സ്നേഹം എന്താ വെച്ചാൽ ഞാൻ ചോദ്യങ്ങളിലേക്ക് പോകാറില്ല ചില സമയത്തൊക്കെ. ഇനിയിപ്പോൾ പോയി വന്നാൽ തന്നെ ഞാൻ തിരിച്ച ആക്ടറോട് ചോദിക്കും, ഞാൻ ഇത് കട്ട് ചെയ്തോട്ടെ എന്ന് വയ്ക്കും. യു ഹാവ് ഡൺ ദാറ്റ് ഫോർ മൾട്ടിപ്പിൾ ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ്. അയ്യോ അത് പറയണേന്നില്ലല്ലേ ചേച്ചി, അത് സിനിമയ്ക്ക് ബാധകമാവും. ഞാൻ കട്ട് ചെയ്യും. കാരണം ഒരാളെ വിഷമിച്ച് നമുക്ക് പിന്നെ എനിക്ക് ആദ്യം വരെ വീണ്ടും കാണേണ്ടതല്ലേ. ഈവൻ ഫോർ യു നോ ഇത്. അതെ, പക്ഷെ എന്നെക്കാളും എനിക്ക് തോന്നുന്നു ഞാൻ പ്രോഗ്രാംസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ രേഖയുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള വളരെ ഇൻറ്റിമേറ്റ് ആയിരുന്നു രേഖയുടെ അഭിമുഖങ്ങളൊക്കെ കണ്ടിട്ടുള്ളതൊക്കെ തന്നെയും. അതിലൊന്നും തന്നെ എന്താ പറയണ്ടേ, ആ മനുഷ്യനെ, അപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യനെ ഒരു പ്രതിപക്ഷ ബഹുമാനം വിട്ട് അങ്ങനെ ഒരു പെരുമാറലേ ഇല്ല. മറ്റൊന്ന്, അവരുടെ പേഴ്സണൽ കാര്യം അവർ തന്നെ ഇങ്ങോട്ട് പറയും. അവർക്ക് എന്താണോ പറയേണ്ടത് അതിലേക്ക് എത്തിക്കലാണ് ഉണ്ടാവുക. അല്ലാതെ മനഃപൂർവ്വം ഇങ്ങനെ കുത്തി ചോദിച്ച് മനഃപൂർവ്വം ഒരു വേദന ഉണ്ടാക്കൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ഞാൻ രേഖ ഒരുപാട് ബഹുമാനിക്കുന്നു. പിന്നെ ടെലിവിഷൻ മാധ്യമ രംഗത്ത് രേഖയുടെ ഒരു പ്രാധാന്യം ഞാൻ പറയാം. ഞാൻ അകന്നു നിന്ന് റീഡ് ചെയ്ത ഒരു കാര്യമാണ് പറയുന്നത്. ഒരു പ്രാദേശികത എന്നുള്ളത് ഭാഷയിലൂടെ കൊണ്ടുവന്ന ആളാണ് രേഖ. എനിക്കിപ്പോ ഭയങ്കര അല്ല, തൃശ്ശൂർ ആരെങ്കിലും പറയണ്ടേ രേഖ എല്ലാവരും ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിക്കും രേഖ എടുത്ത് ആരും സംസാരിക്കുന്നില്ലല്ലോ. രേഖ ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നോ രേഖയ്ക്ക് ടെലിവിഷനിലുള്ള എക്സ്പീരിയൻസോ ആരും രേഖ എടുത്ത് ചോദിക്കുന്നില്ലല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതായാലും നല്ലൊരു അവസരം. അപ്പോൾ ഇതൊരു റീജിയണൽ ഒരു വളരെ കൊളോക്കിയലായിട്ടുള്ള ഒരു ഭാഷാ രീതി മലയാള ടെലിവിഷൻ രംഗത്ത് കൊണ്ടുവന്നതിൽ പയനീറാണ് രേഖ എന്ന് പറയേണ്ടി വരും. അതുവരെ നമ്മളൊക്കെ ചെയ്തിരുന്നതും തന്നെയും മധ്യ തിരുവിതാംകൂർ ഭാഷയുടെ ഒരു ഉരുളിച്ച ഉണ്ടായിരുന്നു. രേഖ അതിനെ മുഴുവൻ ബ്രേക്ക് ചെയ്ത് മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയാക്കി. അത് പക്ഷെ എന്താ അറിയോ, നിങ്ങളുടെ സുപ്രഭാതം എന്നുള്ള പരിപാടിയിൽ അതിനൊരു ആവശ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കൺസ്ട്രക്റ്റ്. എനിക്കിത് കണ്ണൂരിൽ നിന്ന് വിളിക്കുന്ന ഒരാളോട് എനിക്ക് സംസാരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കണ്ണൂരിൽ നിന്ന് മീൻകാരനാണ് വിളിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ പേരില്ലേ എന്ന് വെച്ചു കേട്ടോ.
പേരൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തോ ഒരു ഇതൊക്കെ ചോദിച്ചു. ഞാൻ ചോദിച്ചു സമ്മാനം കിട്ടിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു എനിക്ക് സമ്മാനം വേണമെങ്കിൽ നിങ്ങൾ വർത്തമാനം പറയാനായിരുന്നു, ഞാൻ നിങ്ങൾക്ക് ഇത്തിരി ചെമ്മീൻ കെട്ടി കൊടുത്തയക്കട്ടെ എന്ന് ചോദിച്ചു എന്നോട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാളോട് ഞാൻ ചോദിച്ചു വാവ് എനിക്ക് സന്തോഷമായി. ചെമ്മീൻ കെട്ടൊന്നും വന്നില്ല, എന്നാലും പറയാനുള്ളൊരു മനസ്സുണ്ടായല്ലോ. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ മറ്റേ ഭരതനാട്യത്തിൻ്റെ ആൾക്കാരുടെ ഫോട്ടോസ് കാണുമ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ ഇപ്പം ഈ ചലനം എന്ന് പറയില്ലേ, ഇങ്ങനെ ഒരു കൈ വെച്ച് ഒരു വലിയ എക്സ്പ്രഷനൊന്നും മുഖത്തുണ്ടാവാറില്ല, ഒരു ദൂരെ നിന്നൊരു പിക്ചറായിരിക്കും, പോസുകളായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. രാജിയുടെ പിക്ചേഴ്സിൽ വന്നപ്പോൾ അതിൽ കുറച്ചൊരു ഭാവങ്ങളൊക്കെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് ഒക്കെ കൃത്യമായപ്പോൾ ഒരു അങ്ങനത്തെ ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടില്ലേ ഇൻ പോർട്രേയിങ് എ ഡാൻസേഴ്സ് ഫേസ്? ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഡാൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഭരതനാട്യം പോസ്ചേഴ്സിനെ ബേസ് ചെയ്തുള്ള ഫോട്ടോഗ്രാഫ്സാണ് വരുമായിരുന്നു പൊതുവേ സോഷ്യൽ മീഡിയയിൽ. മേ ബി ചിലർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് മാം ഒരു ട്രെൻഡ് സെറ്റർ അല്ലേ. ഞാനത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, പക്ഷേ എൻ്റെ ഒരു ഫോർട്ട് അഭിനയം ആയതുകൊണ്ടായിരിക്കാം എടുക്കുന്ന ചിത്രങ്ങളിലെല്ലാം ഒരു ഭാവം ഉണ്ടാവുകയും മുഖത്തിന് പണ്ടത്തേതുപോലെ, ഇതൊരു പുതിയ കാര്യമല്ല, പണ്ട് മുഖത്തിനൊരു പ്രാധാന്യം ഉണ്ടായിരുന്നേ, അത് ഈ സ്റ്റേജിൻ്റെ വലുപ്പം കൂടുതലും ആവുകയും കാണികളുടെ എണ്ണം കൂടുതലാവുകയും ചെയ്തപ്പോൾ അത് ക്രമേണ അങ്ങ് പോയതാണ്. അപ്പോൾ അതിലേക്ക് തിരിച്ചൊന്ന് വരാൻ പറ്റിയെങ്കിൽ അങ്ങനെ ഒരുപാട് യങ്സ്റ്റേഴ്സിനെ പിന്നെ അങ്ങനെ കാണാറുണ്ട്, അവരുടെ മുഖത്തെ എക്സ്പ്രഷൻസ് ഫോട്ടോസിൽ വരുന്നത്. അപ്പോൾ ഐ എം ഗ്ലാഡ് ഇഫ് ഐ എം കൺസിഡേർഡ് എ പയനീർ ഇൻ ദാറ്റ്. അത് പറഞ്ഞപ്പോൾ ഒരു നിങ്ങൾ ഡാൻസേഴ്സിന് സത്യം പറഞ്ഞാൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ പണ്ട് ആരൊക്കെയോ പണ്ട് ചെയ്തു വെച്ചതാണ്. എന്നിരുന്നാലും നിങ്ങൾ അതിൽ നിന്നും ഒരു ഡിഫറൻസ് കൊണ്ടുവന്ന് നിങ്ങളുടെ അതിലൊരു എക്സ്പെരിമെൻറ്റിൽ കൂടെ ഒരു സ്റ്റേജിൽ അത് കാണിച്ച് അത് പെർഫോം ചെയ്തിരുന്നെങ്കിൽ ഇതിൽ നിന്നും വേർ ഇസ് എ തിൻ ലൈൻ. ആൾക്കാർക്ക് ഇതിന് ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ്? ഇത് അതേമാതിരി അച്ചടിമാരി തിരിച്ച് പിറ്റേ ദിവസം രാവിലെ വേറെ സ്ഥലത്ത് പോയി അത് പകർത്താൻ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾ ഡാൻസേഴ്സ് വേൾഡിൽ? ഒരു ക്രിയേഷനും ഒറിജിനൽ അല്ല എന്ന് പറയും. എല്ലാം നമ്മൾ കേട്ടതിൻ്റെയോ കണ്ടതിൻ്റെയോ ഓർമ്മയും സ്മൃതിയും ഭാവനയും ചേർന്നതാണ് ക്രിയേഷൻ എന്ന് പറയും. നമ്മുടെ ഓർമ്മകളിൽ നിൽക്കുന്നതും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതും, നമ്മൾ ഉണ്ടാക്കുന്നതിലും നമ്മുടെ ഓർമ്മകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള ക്രിയേഷൻ്റെ ഒരു സ്വഭാവം. പക്ഷേ രേഖ പറഞ്ഞ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് ഈ ഒരു കോപ്പിയിങ്ങിൻ്റെ ഒരു സാധനമുണ്ട്. അതായത് ഒരാളുടെ ഒരു സൃഷ്ടിയെ നമ്മൾ ഇങ്ങനെ തന്നെ അങ്ങ് എടുക്കുക എന്നുള്ളത്. അത് എനിക്കൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ഡാൻസേഴ്സ് എങ്കിലും എടുക്കരുത്, വീഡിയോ എടുക്കരുത്, ഫോട്ടോ എടുക്കരുത് എന്നൊക്കെ പറയുന്നത്. ഇത് ഈ പറയുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നും, ഇവർ വന്നിട്ട് ഇവർ അതെടുക്കരുത് ഇതെടുക്കരുത് എന്ന് പറയുന്നു. പക്ഷേ എടുക്കുന്നത് ഒരു വശം, എടുത്ത് അതേപോലെ ഒരു കാര്യം അവനോൻ അവതരിപ്പിച്ച് അത് ഇന്ന ആളുടെ അടുത്തു നിന്ന് എടുത്തതാണെന്ന് പറയുക പോലും ചെയ്യാതെ അതിനെ ഉപയോഗിക്കുകയും ഇല്ലെങ്കിൽ അത് ഏതെങ്കിലുമൊക്കെ ഓക്വേർഡ് ആംഗിളിൽ ഒരാളുടെ ചലനങ്ങളെ എടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ അത് പ്രദർശിപ്പിച്ച് അതിൻ്റെ താഴെ തോന്നുന്ന കമൻസ് എഴുതി വെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഡാൻസറിന് കുറച്ച് സങ്കടമൊക്കെ വരും. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഐഡിയ, നമ്മുടെ ഒരു ഐഡിയേഷൻ, ഒരു കോൺസെപ്റ്റ് നിമിഷ നേരം കൊണ്ട് വേറൊരാൾ എടുക്കുന്നത് പോട്ടെ, അത് അവരുടേതാണെന്നുള്ള മട്ടിൽ അത് ആദ്യം പോസ്റ്റ് ചെയ്യുക. അപ്പോൾ പോസ്റ്റ് ചെയ്യലാണല്ലോ നമ്മുടെ സൃഷ്ടിയുടെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില സമയത്ത് സങ്കടം ഉണ്ടാവും. പിന്നെ സൃഷ്ടി മൂടിപ്പൊതിച്ച് വെക്കാനുള്ളതും അല്ല എന്നൊരു വശവും കൂടെ അത് കിടന്നുണ്ട്. പിന്നെ ഈ പ്രോസസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ, ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഡാൻസർക്ക് ഒബ്സർവേഷൻ എത്ര ആവശ്യമാണ്? വെൻ ഒരു പുതിയ സാധനം സൃഷ്ടിക്കുമ്പോൾ ഒബ്സർവേഷൻ വളരെ നാച്ചുറൽ ആണെന്ന് തോന്നുന്നു രേഖ. അപ്പം നമ്മൾ തന്നെ സംസാരിച്ചു. രേഖ നേരത്തെ ഞാൻ രേഖയുടെ കാര്യം പറഞ്ഞില്ലേ, പ്രാദേശികത, ഭാഷയിലൊരു റീജിയണൽ, തൃശ്ശൂർ ഒരു ഫ്ലേവർ മനഃപൂർവ്വം കൊണ്ടൊന്നല്ല, അതുള്ളതാണ്, അത് സ്വാഭാവികമായിട്ട് വന്നതാണ്. പക്ഷേ ആസ് എ ഡാൻസർ ഈ ക്ലാസിക്കൽ ചിട്ടവട്ടങ്ങൾക്കിടയിൽ ഒരു പ്രാദേശികത ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് രേഖയെ പോലുള്ളവരൊക്കെ അതിൽ ഇൻഡയറക്റ്റായിട്ട് എന്നെ അതിന് പ്രേരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. വെർനാക്കുലർ സ്വഭാവം എങ്ങനെയാണ് ഭാഷയിൽ കൊണ്ടുവരിക, ഒരു ശരീരഭാഷയിൽ. മലയാളത്തിൽ നമ്മൾ ഇങ്ങ് വാടോ എന്ന് പറയുമ്പോൾ എടുക്കുന്ന നമ്മുടെ ശരീരം ചലിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഒരു തൃശ്ശൂർ വള്ളുവനാടൻ ഭാഗത്ത് ഉള്ള ശരീര ചലനങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് എൻ്റെ ഭാഗത്തു നിന്നൊരു അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രേഖയൊക്കെ സംസാരിക്കുന്ന എൻ്റെ മനസ്സിൽ എനിക്ക് അത്ര വ്യക്തമാണ്. രേഖ ഇപ്പം എങ്ങനെ രേഖയുടെ തോള് കൊണ്ട് അനങ്ങും, അല്ലെങ്കിൽ തല ചരിക്കും, ഇതൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ
കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെർനാക്കുലർ ഇതിനെ വേറെന്തോ ആണ് പറഞ്ഞു വന്നത്, അത് പോയി. അപ്പൊ അത് ഈ ഒബ്സർവേഷൻ ഇതാണ്. ഈ കാഴ്ചകളൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഒരുപാട് സഹായമാകും. പിന്നെ ദേഷ്യം അല്ലെങ്കിൽ ഇപ്പോൾ നവരസം എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാ കുട്ടികളും ഒക്കെ പഠിക്കുന്നതാണ്. ഇങ്ങനെ 9 രസങ്ങളെക്കുറിച്ച് പറയും. പക്ഷെ 9 രസം, ഇപ്പോൾ ദേഷ്യം, ആങ്കർ എന്ന് പറയുന്നതിന് എപ്പോഴും ദേഷ്യം ഒരു തലത്തിലാണോ ഇരിക്കുന്നത്? അല്ല, പലതരം ദേഷ്യമുണ്ട്. പല സിറ്റുവേഷന് പല ദേഷ്യമാണ്, പല കോണ്ടെക്സ്റ്റിന് പല ദേഷ്യമാണ്. ഞാൻ ദേഷ്യം പ്രധാനമായിട്ട് എൻ്റെ ഡാൻസിന് ഉപകരിച്ചിട്ടുള്ള എൻ്റെ അമ്മയുടെ ദേഷ്യമാണ്. അമ്മയുടെ ദേഷ്യം എന്ന് പറഞ്ഞാൽ അമ്മ പിണങ്ങിപ്പോവും, എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നടന്നു പോകും. അപ്പോൾ ഈ ദേഷ്യപ്പെട്ട് നടന്നു പോകുന്ന അമ്മയുടെ പുറകുവശമാണ് കാണുക, പുറകുവശമാണ് നമ്മൾ കാണേണ്ടത്. ആ ദേഷ്യം മുഴുവൻ, ഹൗ ഷീ വെയർസ് ദി ആങ്കർ ഓൺ ഹെർ ബാക്ക്. ഇത്രയും ദേഷ്യം ഈ ഒരു വശത്ത്. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല. ഇത് ആസ് എ സ്റ്റുഡൻറ് ഓഫ് ഡാൻസ് ഈ കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ നിസ്സാരമായിട്ട് ആ ദേഷ്യത്തിനെ കൊണ്ടുപോകുന്നു ശരീരത്തിൽ. നടക്കുന്നതിൻ്റെ പേസ്, കാല് വയ്ക്കുന്നതിൻ്റെ ബലം, ഇതെല്ലാം മനുഷ്യൻ്റെ ദേഷ്യത്തിനെ കാണിക്കുക. ഒന്നും പറയണ്ട. ഇതാണ് ഒബ്സർവേഷൻ. മനഃപൂർവ്വം അല്ല, നമ്മുടെ മുമ്പിൽ വന്ന് പെടുന്നതാണ്. പക്ഷെ അതാണ് എനിക്ക് പ്രശ്നം. എനിക്ക് ദേഷ്യം, എൻ്റെ വീട്ടിലാർക്കെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ 3 മിനിറ്റ് മുമ്പ് വരയ്ക്ക് അടിപിട്ടിയിരിക്കും മകൻ്റെ അടുത്ത്. അത് ചെയ്തോ, കുളിച്ചോ, പല്ലിച്ചോ എന്നൊക്കെ. അതെനിക്ക് വേറെ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഓക്കെ ഫൈൻ, ആക്ഷൻ എന്ന് പറയുമ്പോൾ നേരെ മാറണം. താങ്കൾക്ക് ദേഷ്യം കാണിക്കാം ബിക്കോസ് യു ഹാവ് എ സൃഷ്ടി. അതാണ് നമ്മുടെ വലിയ വ്യത്യാസം നമ്മുടെ മീഡിയത്തിൽ. ഇതൊക്കെ പറയുമ്പോഴും പാരന്റിങ് എങ്ങനെ സഹായിച്ചിട്ടുണ്ട് രേഖ? പാരന്റിങ് നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന് പറഞ്ഞു ഇല്ലേ? അപ്പോൾ അതുമാതിരി തന്നെയായിരുന്നു പാരന്റിങ്ങും. കാരണം നിങ്ങൾക്കൊക്കെ മിക്കവാറും എൻ്റെ മോൻ്റെയൊക്കെ പ്രായത്തിന് ഉണ്ടാവുള്ളൂ ഇവിടുത്തെ ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾക്ക്. നമ്മളെ റിവേഴ്സ് മെൻറ്ററിങ്ങിന് സഹായിച്ചിട്ടുണ്ട് ഒരുപാട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ വെച്ചെങ്കിൽ ഇവർ പറയുന്ന ഭാഷയൊന്നും ഇവൻ മില്ലീനിയലാണ്, ജെൻസിയുടെ ഭാഷയൊന്നും എനിക്ക് അക്ഷരം മനസ്സിലാവാറില്ല. പക്ഷേ ഒരു വാല്യൂ സിസ്റ്റം വീട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അജിത്തും എൻ്റെ അമ്മയും അജിത്തിൻ്റെ അമ്മയും എല്ലാവരും കൂടി ഒരു ഇക്കോ സിസ്റ്റത്തിൽ. പക്ഷേ പിന്നെ വന്നപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ബാംഗ്ലൂരിലുള്ളൊരു ജോലി, ഹൈ പ്രൊഫൈൽ ജോലിയായിരുന്നു, അത് മാറ്റി വെച്ചിട്ട് അത് രാജിവെച്ച് ഞാൻ ചെന്നൈയിലേക്ക്, ഇറ്റ് വാസ് എ ഗുഡ് ജോബ് ബട്ട് നോട്ട് ആസ് ഗ്രേറ്റ് ആസ് ദ അതർ വൺ. പക്ഷെ അത് ഞാൻ എടുത്തത് എൻ്റെ മോന് വേണ്ടിയായിരുന്നു. കാരണം അവൻ്റെ കൂടെ ഫ്രണ്ട് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലാതെ അവനതത്ര കാര്യമാക്കിയില്ലേ, എമ്മ എന്നും കാണണോ എന്നുള്ളതൊരു അഭിപ്രായം ഉണ്ടെങ്കിലും അത് വർക്ക് ചെയ്തു ആ ഫ്രണ്ട്ഷിപ്പ്. അതാണ് ഞങ്ങൾ കോവിഡ് സമയത്ത് എല്ലാ വയസ്സായ ആൾക്കാർക്കും വീട്ടിൽ വിഷമമുള്ളപ്പോൾ ഞാനും അവനും കൂടി കുറേ തമാശ കാര്യങ്ങൾ പറഞ്ഞെടുത്തിടും എല്ലാവർക്കും വാട്സാപ്പിൽ. എന്തെങ്കിലും അവരാണെങ്കിൽ മലയാളം അത്ര അറിയില്ല, വെറുതെ അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ തമാശയാണ്. ചതയം പിന്നെ നേരെ ചതിയാക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൂടെ ചോദീസ് ചതി ഫോർ ഹിം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ വീഡിയോ എടുത്തിട്ട് എല്ലാ അമ്മൂമ്മമാർക്കും മുത്തശ്ശന്മാർക്കും ഇറ്റ് വാസ് ബിക്കമിങ് ഫണ്ണി. അവർക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ കോവിഡ് സമയത്ത്. ഇതൊരു സമയം അറിയാതെ എൻ്റെ ഇൻസ്റ്റയിൽ എടുത്തിട്ടു. അപ്പോൾ ഒരു 8000 വ്യൂസ് വന്നു. അതുവരെയ്ക്കും 300 ഉണ്ടായിരുന്ന വ്യൂസ് ഞങ്ങൾക്ക് കൊള്ളാലോ, അങ്ങനെയാണ് ഞങ്ങൾ ഇൻസ്റ്റയിലേക്ക്. പക്ഷെ അതെന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ പറയുന്നൊരു കാര്യം, നിങ്ങൾ തമ്മിൽ വർത്തമാനത്തിൽ അവർക്ക് സ്ട്രെസ് ബസ്റ്റർ ആണെന്നും പിന്നെ പല മെൻറ്റൽ ഡിസ്ട്രെസ് ഉള്ള സമയത്ത് ഇത് സഹായിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ അവാർഡ്. ഇത് ഞാനും കാണാറുണ്ട് രേഖ, ഞാൻ രേഖ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്ര പേരാണെന്നറിയാം എന്ന് പറഞ്ഞു നിങ്ങളുടെ ഫാനല്ല ഞാൻ മോൻ്റെ ഫാൻ. ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് മൊമെൻറ്റ്. പക്ഷെ പാരൻറ്റിങ്ങിൽ ഞാൻ സഹായിച്ചെന്താ വെച്ചാൽ അത് രാജ്യം ചെയ്തിട്ടുണ്ടാവും. അതായത് കുട്ടികളെ അവരുടെ വഴിക്ക്, അവർക്ക് ഇഷ്ടമുള്ള വഴിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് വേണ്ടി പഠിക്കേണ്ട, നിനക്ക് എന്താ പഠിക്കേണ്ടത് ചെയ്യുക, അതാണ് ഒന്നാമത് ഞാൻ ചെയ്ത പാരൻറ്റിങ്. പിന്നെ എന്തും വീട്ടിൽ വന്ന് പറയാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്നേഹം കൊടുക്കുന്നൊരു സ്വാതന്ത്ര്യമാണ്. അതിപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും തോന്നുന്നു. അച്ഛനമ്മമാരോട് ഞങ്ങളുടെ ഒന്നും കാലം പോലെ അല്ലല്ലോ, കുറച്ചും കൂടി ഒരു സ്വാതന്ത്ര്യമായിരിക്കണം, എല്ലാം തുറന്നു പറയാനുള്ളൊരു സ്പേസും ഒക്കെ. രേഖ, എനിക്ക് നമ്മൾ അങ്ങനെ വളർന്നുകൊണ്ടായിരിക്കും നമ്മൾ കുട്ടികൾക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുത്തത്. ഇപ്പോൾ മോളുടെ കാര്യത്തിലും അങ്ങനെയാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട മേഖല തിരഞ്ഞെടുത്തു, അങ്ങനെ പോയി. രേഖയുടെ മോൻ്റെയും ആ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. എനിക്ക് എപ്പോഴും രേഖ കാണുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വെച്ചാൽ നമ്മൾക്ക് ഒരു മനുഷ്യൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർത്താൻ എളുപ്പമല്ല. അതെ, നമുക്ക് വലിയ ഗഹനമായ കാര്യമൊക്കെ പറയാം, വലിയ സങ്കടങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് കരയിപ്പിക്കാം മനുഷ്യനെ. പക്ഷെ ചിരിപ്പിക്കൽ ഒട്ടും എളുപ്പമല്ല. ചിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഹാസ്യം ജനിപ്പിച്ച് പൊട്ടിച്ചിരിക്കുക എന്നുള്ളതല്ല. നമ്മൾ വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്ന് ചിരി വരും. ആ ചിരിക്ക് ഞാൻ എപ്പോഴും താങ്ക്ഫുള്ളാണ്. താങ്ക് യു. താങ്ക്സ്. അത് കുറേ പേര് വളരെ ഹാപ്പിനെസ്. എന്ന് വെച്ചെങ്കിൽ ഒന്നും വിചാരിക്കാതെ മനസ്സിൽ
വന്നു പോകുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്തതാണ്. രാജി, ഒരു ലൈഫിൽ കൂടെ നോക്കുമ്പോഴേ വെൻ യു ലുക്ക് ബാക്ക്, പല മ്യൂസിക്കൽ ചെയ്തിട്ടുണ്ട്, റൈറ്റ് ചെയ്തിട്ടുണ്ട്, പോയിട്ട് PhD എടുത്തു, ഡാൻസിങ്, ഓഫ് കോഴ്സ്, ടെലിവിഷൻ. സിനിമ വന്നിട്ടില്ല ഇതിൽ? സിനിമ രേഖയ്ക്ക ഇത് ഞങ്ങൾക്ക് പരസ്പരം അറിയാവുന്ന കാര്യം തന്നെയാണ്. സിനിമ അവസരങ്ങൾ ധാരാളം വന്നിട്ടുണ്ട് രേഖ. സിനിമ എനിക്ക് പറ്റുന്ന മേഖലയാണെന്ന് തോന്നിയിട്ടില്ല. ചിലരിങ്ങനെ അടുത്ത കാലം വരെയും വന്നിട്ടുണ്ട്. പക്ഷേ വരുമ്പോൾ അവർ പറയും രാജശ്രീ സിനിമയിൽ വന്നാൽ നന്നായിരിക്കും. അതെങ്ങനെ പറയാൻ പറ്റും? വല്ല ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. ഡാൻസിനുള്ള അഭിനയം വേറൊരു രീതിയാണ്. ഡാൻസ് എനിക്ക് തരുന്ന സ്വാതന്ത്ര്യം വേറൊരു കാര്യമാണ്. ഡാൻസിൽ എനിക്ക് പറയാനുള്ള വാക്കിനെ എങ്ങനെ പറയണമെന്ന് ഞാൻ മാത്രമാണ് തീരുമാനിക്കുന്നത്, വേറൊരാളല്ല. എനിക്ക് ആ സ്വാതന്ത്ര്യം വളരെ ആവശ്യമാണ്. ഒരുപക്ഷെ നമുക്കൊക്കെ അത് ആവശ്യമായിരുന്നിരിക്കും. രേഖയ്ക്ക് ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ. ഒരു കാര്യം, പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ ഡാൻസ് ഇസ് ഈക്വൽ ടു കലാതിലകം ഇസ് ഈക്വൽ ടു സിനിമ, റൈറ്റ്? ടെലിവിഷൻ പ്ലസ് ഈ വലിയ വലിയ അവാർഡുകളൊക്കെ ആംഗിൾ ഈസ് ഈക്വൽ ടു സിനിമ. അപ്പോൾ നമുക്ക്, പക്ഷെ എനിക്കെന്തോ അതങ്ങനെ ഞാൻ പക്ഷെ അതെന്താണെന്ന് അറിയാനായിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിന് എൻ്റെ മോനെ കളിയാക്കി കൊന്നു. അമ്മ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് അമ്മൂമ്മ ബാത്റൂമിൽ നിന്ന് പോകണ്ട, തിരിച്ചു വരുമ്പോഴേക്കും അമ്മയുടെ സിനിമ റോള് കഴിഞ്ഞിട്ടുണ്ടെന്ന് എന്നെ അപമാനിച്ചു അവൻ. അതുകൊണ്ട് പിന്നെ എൻ്റെ സിനിമാപനി അവിടെ നിന്നു. എനിക്ക് ഒരിക്കലും ധൈര്യം ഉണ്ടായിട്ടില്ല. അതെ, എനിക്ക് ഭയമാണ്. പക്ഷേ ഇപ്പോഴും ഒരു സൃഷ്ടിക്കുമ്പോൾ, ഇപ്പം ഞാനും നമ്മൾ യൂട്യൂബിൽ വരുമ്പോൾ എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് പല വർക്കിൽ ആൾക്കാർ, ഇപ്പോൾ കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ, പുതിയൊരു ഡാൻസ് ഫോം എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ വെൻ യു ട്രൈങ് ടു ക്രിയേറ്റ് ആൻഡ് ഡെവലപ്പ്, പല ജനറേഷനിലെ ആൾക്കാരെ ഇഷ്ടപ്പെടുത്താനായിട്ട് എന്തെങ്കിലും മുൻകൈകൾ മനസ്സിൽ ചെയ്യാറുണ്ടോ? മനുഷ്യൻ എപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് പരിചിതമായ കഥകളും പരിചിതമായ മനുഷ്യരുമാണ്. ആ മനുഷ്യരൊന്നും മാറിയിട്ടില്ല. ആ മനുഷ്യർ ഓരോ ജനറേഷനിലും പുതിയ രൂപത്തിലോ അല്ലെങ്കിൽ അവരുടെ മുത്തശ്ശിമാർ പറഞ്ഞു കൊടുത്ത ഭാവത്തിലോ ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചില ഒരു തരത്തിൽ 2010 ഞാൻ ഒരു ഡാൻസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. മേ ബി അത് മലയാളത്തിൽ വരുന്നത് ഒരു ആദ്യമായിട്ടായിരിക്കാം. ഭരതനാട്യമാണ് ഞാൻ ചെയ്യുന്നത്. ആ ഫോമിൽ തന്നെ നിന്നുകൊണ്ട് വളരെ പരിചിതമായ ചില പാട്ടുകൾ എടുത്തു, മലയാളത്തിലുള്ള പാട്ടുകൾ. നീലക്കാർമുകിൽ വർണ്ണൻ ഫോർ എക്സാമ്പിൾ, അങ്ങനത്തെ പാട്ടുകൾ എടുത്തു. പാട്ടെടുത്തപ്പോൾ പാട്ട് എല്ലാവർക്കും അറിയാം. അപ്പം ആ പാട്ടിനെ എങ്ങനെയായിരിക്കും പറയുന്നത് എന്നുള്ളതാവും. പിന്നെ അങ്ങനെ ഒരു കൗതുകം വരും. അപ്പോൾ അങ്ങനെയൊക്കെ അതിനെ ജനകീയമാക്കാൻ ബോധപൂർവം അല്ലെന്ന് തോന്നുന്നു. എനിക്ക് മലയാള കവിതകൾ ഇഷ്ടമാണ്. എന്തുകൊണ്ട് മലയാളം കവിതകൾ ഭരതനാട്യത്തിൽ പറഞ്ഞുകൂടാ എന്നൊക്കെ ഒരു തോന്നൽ വന്നിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്പെരിമെൻ്റൽ വർക്ക്സ് എല്ലാം തന്നെ എൻ്റെ ഫോം, ഭരതനാട്യം എന്ന് പറഞ്ഞൊരു ഫോമിൽ തന്നെ നിന്നുകൊണ്ട് വേറൊരു സ്വാതന്ത്ര്യം നിർമ്മിച്ചെടുക്കലാണ് ചെയ്തിട്ടുള്ളത്. രാജിയുടെ കാര്യമുണ്ടെന്ന് വെച്ചാൽ എനിക്കറിയാം ആ പരിപാടി അത്ര നന്നായിട്ടില്ല അന്ന്. ഇപ്പോൾ രാജിയോടത് എനിക്ക് പറയണമെങ്കിൽ ഒരു സ്വാതന്ത്ര്യക്കുറവേ ഇല്ല. അപ്പോൾ ഞാൻ വിളിച്ചു, രാജി ആ പരിപാടി മിണ്ടരുത്, ഹിമാലയൻ ബ്ലണ്ടറായിരുന്നു, ഇനി അതിനെപ്പറ്റി ഒന്നും മിണ്ടരുതെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയ്ക്കും ഓപ്പണായിട്ട് നമ്മൾക്കിത് ശരിയല്ല എന്നും ഇത് ശരിയാകാനുള്ളൊരു വഴി ഇനി അടുത്തതിൽ ഈ തെറ്റ് ആവർത്തിക്കരുതെന്ന് നമുക്ക് മനസ്സിലാക്കി തരാനുള്ള ഒരു പ്രായോഗിക ബുദ്ധി നമ്മളൊരു സൃഷ്ടിയിൽ നമുക്ക് വരും. അതൊരു വലിയ സംഭവമാണ് എപ്പോഴും. അല്ല, ഞങ്ങൾ അവതരിപ്പിക്കുന്ന കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും പറയാനൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ക്രിട്ടിക്സും ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. സ്നേഹത്തോടെ തന്നെയുള്ള ക്രിറ്റിസിസമാണ്. ഞങ്ങൾ രണ്ടുപേരെയും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യമുണ്ട്. അതെ, എപ്പോഴും നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഈ വ്യൂസ് നോക്കണ്ട, ലൈക്സ് നോക്കണ്ട, എൻഗേജ്മെന്റ് നോക്കണ്ട, ക്ലിക്ക് ബേറ്റ് വേണ്ട, അങ്ങനത്തെ ഉള്ളൊരു കാലഘട്ടത്തിൽ വന്നുകൊണ്ട് ഇതില്ലെങ്കിൽ അടുത്തത് നമുക്ക് നോക്കാന്നേ ഒരു വഴി ഉണ്ടാവും എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. ഇവിടെ വച്ച് എനിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നാണ്. ഓഡിയൻസിന് ആർക്ക് വേണമെങ്കിൽ ഞങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻസ് വേണം, കാരണം നിങ്ങളുടെ ചോദ്യം കേൾക്കാൻ. അയ്യോ, അങ്ങനെ പോവല്ലേ പ്ലീസ്. അവർ ഉറങ്ങിപ്പോയോ രേഖ? ഇല്ലല്ലോ, ഉറങ്ങിപ്പോയിട്ടില്ല. കഴിഞ്ഞ സെഷനിൽ രേഖ മാമിന് ആൻസർ ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ കൊടുത്തില്ല. അപ്പോഴേക്കും സമയം തീർന്നു പോയി. ഇവിടെ തീർക്കാം. അതെ, ഇവിടെ രാജശ്രീയുണ്ട്, ഞാനുണ്ട്. എനി ക്വസ്റ്റ്യൻസ് ടു ബോത്ത് ഓഫ് അസ്? യെസ് സർ. മധുകുമാർ സാറിന് ഒരു മൈക്ക് ഒന്ന്. യെസ്. രേഖാമേനോനും രാജശ്രീ
ഒരു 50 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം പരിചിതമായ മുഖങ്ങളാണ്. ഞാൻ എൻ്റെ ചോദ്യത്തിലോട്ട് വരികയാണ്. രാജശ്രീ വാര്യർ ഒരുപക്ഷെ എത്രയോ വർഷത്തെ തപസ്യ കൊണ്ടായിരിക്കും ഈ ഭരതനാട്യമൊക്കെ നന്നായിട്ട് പഠിച്ച് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജശ്രീ, ഇപ്പോഴത്തെ യങ് ജനറേഷൻ അവർ ഈ ഡാൻസൊക്കെ ചെയ്യുന്നത് താല്പര്യം കൊണ്ടോ അതോ ഗ്രേസ് മാർക്കിന് അഫക്റ്റോ അല്ലെങ്കിൽ കലാപ്രതിഭ ആകുന്നതിന് വേണ്ടിയായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. ഒരു ഔട്ട്സൈഡ് എന്ന നിലയിൽ രാജശ്രീയുടെ ഒബ്സർവേഷൻ എന്താണ്? നമുക്ക് പൊതുവായിട്ട് എല്ലാവരും അങ്ങനെ എന്ന് പറയാൻ സാധിക്കില്ല. ഇത് ഇന്നത്തെ കാലത്ത് തരുന്ന പ്രധാനപ്പെട്ട കാര്യം ഗ്രേസ് മാർക്കാണോ എന്ന് സംശയമുണ്ട്. അതിനേക്കാളും പ്രശസ്തിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് പ്രശസ്തി എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിമെങ്കിൽ അതിന് കലയെ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. പക്ഷേ കല അവരെ ഉപയോഗപ്പെടുത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. കലയെ എങ്ങനെ എടുക്കുന്നു, കല എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാകുന്നത്, അതിനനുസരിച്ച് കലയിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചു പ്രതീക്ഷിക്കാൻ പറ്റും. ബാക്കിയൊക്കെ നൈമിഷികമാണ്. അപ്പോൾ ഒന്ന് കാണും, നന്നായിരിക്കുന്നു. പക്ഷേ ഈ നന്നായ കാര്യം കൈയടിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഇരിക്കുക. നമ്മൾ പറയാൻ നമുക്ക് പറ്റാതെ പോയ ചില കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. ഇപ്പോൾ ഒരു നല്ല പാട്ട് കേട്ടാൽ എണീറ്റ് നിന്ന് കൈയടിച്ച് ബഹളം ഉണ്ടാക്കി അത് അപ്പം ചിലപ്പോൾ തീരും. പക്ഷെ നമുക്ക് പറയാൻ പറ്റാത്ത അത്ര ഒരു വിങ്ങലോ ഒരു സന്തോഷമോ മനസ്സിലുണ്ടാക്കിയാൽ അത് നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കും. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ മുഴുവൻ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരു കാലത്തും എല്ലാ ആൾക്കാരും ഒരുപോലെ ആയിരുന്നില്ല. കുറച്ച് പേരെങ്കിലും ഇതിനെ വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്. അവരിൽ കല നിന്നിട്ടുമുണ്ട്. താങ്ക് യു ഫോർ യുവർ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ചോദ്യം ചോദിക്കൂ, നമുക്ക് ഇനി കുറച്ച് സമയം കൂടി ഉണ്ട്. ഇവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്ന് എണീറ്റ് നിന്നാൽ കൊണ്ട് വോളണ്ടിയേഴ്സ്. യെസ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ ടു ബോത്ത് ഓഫ് യു. എൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഒബ്സർവേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. മാം ഒരു ഉദാഹരണം പറഞ്ഞത് അമ്മയുടെ ആങ്കർ ആയിരുന്നു. അതേപോലെ വേറെ ഏതെങ്കിലും ഇമോഷൻസ് മാം ഇൻസ്പിറേഷനായിട്ട് എടുത്തിട്ടുണ്ടോ? ഇൻസ്പിറേഷൻ ഒഴിവാക്കലുകൾ നല്ല ഇൻസ്പിറേഷനാണ്. നമ്മൾ പലതരം മനുഷ്യരെ കാണുന്നു. ചില ആൾക്കാർ വളരെ നമ്മളെ കണ്ടു കാണും, പക്ഷേ പരിചയമുള്ളവരായിരിക്കും കേട്ടോ, പരിചയമില്ലാത്തവരുടെ കാര്യമല്ല. അവർ നമ്മളെ കണ്ടില്ല എന്ന് നടിക്കാൻ കഷ്ടപ്പെടുന്നത് കാണും. അതെന്തൊരു കഷ്ടപ്പാടാണെന്ന് വിചാരിക്കും. അതുപോലെ നമ്മൾ പൊതുവെ പറയാറില്ല ചില കാര്യങ്ങളാണ്. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല, ഉറങ്ങുന്നവരെ ഉണർത്താൻ പറ്റുള്ളൂ. പക്ഷേ ശരി, ഡാൻസിൽ പക്ഷെ അതെങ്ങനെ ചെയ്യുമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. അതെങ്ങനെ ഡാൻസിൽ ചെയ്യാൻ പറ്റും? ഉറക്കം നടിക്കുന്നവരെ ഒരാളെ നേരിട്ട് കണ്ടു. നമ്മൾ മലയാളികളെ നമുക്ക് കുറച്ച് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമ്മളിങ്ങനെ കണ്ടില്ല, ഇവരെ ഇപ്പം നോക്കി ചിരിച്ചിട്ട് എന്താ കാര്യം, ചിരിക്കാതിരിക്കാം, കണ്ണ് കൊടുക്കാതിരിക്കാം, മുഖം കൊടുക്കാതിരിക്കാം. അപ്പോൾ അത് വലിയൊരു കഷ്ടപ്പാടല്ലേ അത്രയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ കഷ്ടപ്പാട് എനിക്കിഷ്ടമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അതൊക്കെ എനിക്ക് പ്രചോദനമാണ്. അതെ. അടുത്ത ചോദ്യം മാം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ രണ്ടുപേരും ഞാൻ വളരെയധികം എന്താ പറയുക നേരിൽ കാണണം, സംസാരിക്കണമെന്ന് ഒരുപാട് പണ്ട് തൊട്ടേ കോളേജ് ഡേയ്സ് തൊട്ടേ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. രണ്ട് രീതിയിൽ. രേഖ മാമിൻ്റെ കേസാണെങ്കിൽ ആ ചടുലതയോടുള്ള ചോദ്യങ്ങളും പിന്നെ ഡ്രസ്സിങ്, ആദ്യകാലത്ത് ഏഷ്യാനെറ്റിൽ ആ പെർഫെക്റ്റ് ഡ്രസ്സിങ് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിൽ കണ്ടിരുന്ന ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇപ്പോൾ വീട്ടിലാണെങ്കിലും അമ്മയാണെങ്കിലും അമ്മമ്മയാണെങ്കിലും ഒക്കെ നമ്മളോട് പറയും, കണ്ട് ആ കുട്ടിയെ പോലെ സ്മാർട്ടായിരിക്കണം, ആ കുട്ടിയെ പോലെ ഡ്രസ്സ് ചെയ്യണം. പിന്നീട് മുടി മുറിച്ചപ്പോൾ എൻ്റെ അമ്മ പറയുകയും ചെയ്തു ഇത്തിരി മോഡേൺ ആയി. അത് പക്ഷേ കാലങ്ങളുടെ. മാമിൻ്റെ കേസിലാണെങ്കിൽ മാം ആ ഡാൻസിനോട് ഉണ്ടായിരുന്ന പാഷൻ അത് കോളേജ് ഡേയ്സിലേ കണ്ടിരുന്നത് കൊണ്ട് ഭാവിയിൽ ടീച്ചറാവണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. അന്ന് ഞാൻ റിസർച്ചർ ആവുകയാണെങ്കിൽ ഹൗ ഐ ഷുഡ് ഡു ദ റിസർച്ച്. ഞാൻ കൊമേഴ്സിലാണ്, പക്ഷേ ഒരു റിസർച്ചർ എന്തെല്ലാം ചെയ്യണമെന്നും ആ മേഖല എങ്ങനെയെല്ലാം സ്നേഹിക്കണമെന്നും മാം പറഞ്ഞ ഇൻ്റർവ്യൂവും മാം എഴുതിയൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നും മനസ്സിൽ കുറേ ടിപ്സായിട്ട് കൊണ്ടു നടന്നിരുന്നു. കുറേ വർഷം എടുത്ത റിസർച്ച് തീർത്തെങ്കിലും തീർത്തു.
പിന്നെ രണ്ടാമത്തെ കാര്യം ചോദ്യമല്ല ഒരിക്കലും. ഇപ്പം നമ്മൾ 2050 കുറിച്ചാണ് ഫ്യൂച്ചർ. അപ്പോൾ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി വന്നാൽ എംപ്ലോയബിലിറ്റി ഇല്ലാതെ ആവും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുമ്പോൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇൻസ്റ്റയില്ല, യൂട്യൂബ് ഇല്ല, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ലൈക്സ് ഇല്ല, ചേച്ചി പറഞ്ഞ പോലെ ലൈക്സ് ഇല്ല, എന്നാൽ കയ്യടികൾ അന്നേ ലക്ഷങ്ങളും കോടിക്കണക്കിന് ആൾക്കാർ കണ്ട് ഇന്നും നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല, അത് മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതിന് ഉദാഹരണമാണ് എനിക്ക് കറക്റ്റായിട്ട് പറയാം. ഇനി ചോദ്യം ചേച്ചിയോടാണ്. ഇപ്പോഴും ആ ഒരു ആങ്കറിങ്ങിൽ, ഇപ്പം ഞാൻ നേരത്തെ ആ പാനൽ ഡിസ്കഷൻ ഐ വാസ് ജസ്റ്റ് വാച്ചിങ്. സോ ഈവൺ ഇഫ് യു ആർ എ ആങ്കർ ഓർ മാസ്റ്റർ കോമ്പയറിങ് എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും ചേച്ചി ആ ഒരു വൈബ്രൻസ് ഇപ്പോഴും എങ്ങനെ ഇത്ര വർഷങ്ങൾക്ക് ശേഷം അതേ രീതിയിൽ ഇപ്പോഴും ഞാൻ ചേച്ചിയുടെ ഫാൻ തന്നെ. താങ്ക് യു സോ മച്ച്. ആദ്യത്തെ കാര്യം അമ്മോട് പറയണം, മോഡേൺ ആയതല്ല, ചെന്നൈയിലെ ഹാർഡ് വാട്ടർ കൊണ്ട് തലമുടി മൊട്ടയായതാണ്. അപ്പോൾ പിന്നെ ഞാൻ മോഡേൺ ആക്കാൻ ശ്രമിച്ചു. വൈബ്രൻസ് കീപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. പിന്നെ എനിക്ക് എല്ലാ പ്രായത്തിലുള്ള ഫ്രണ്ട്സും ഉണ്ട്. 80 വയസ്സായ ആൻറ്റി ഉണ്ട്, ബീച്ചിൽ നടക്കാൻ പോകുമ്പോഴൊരു ആൻറ്റി ഉണ്ട്, തൊട്ട് എനിക്കൊരു 35 വയസ്സ് വരെ ഉള്ള ഫ്രണ്ട് ഉണ്ട് ക്ലോസസ്റ്റ് ആയിട്ട്. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് മേക്സ് മീ മോർ, എന്താ പറയുക, ഒരു വൈബ്രൻ്റ് അല്ലെങ്കിൽ എനർജി. സംസാരിച്ചാൽ എനിക്ക് എനർജി കൂടും, അതാണ്. ഓൺ ദ കോർണർ. Go ahead, come here. അതെ, മുന്നോട്ട് വന്നോളൂ. ഹലോ മാം, ഗുഡ് ആഫ്റ്റർനൂൺ. സോ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന കോണ്ടെക്സ്റ്റിൽ ഒരു 50 വർഷങ്ങൾക്ക് ശേഷം ഭാരതീയ നൃത്തത്തിൻ്റെ ഭാവി എന്തായിരിക്കുമെന്നാണ് മാമിന് തോന്നുന്നത്, രാജശ്രീ മാമിന് തോന്നുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിവിധ നൃത്തരൂപങ്ങളുണ്ട്, അതിൽ നിന്ന് മാമിൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നൃത്തരൂപമായിരിക്കും മാം സെലക്ട് ചെയ്യാൻ പോണത്? നൃത്തരൂപത്തിനെ കുറിച്ച് ആദ്യം പറയാം. ഞാൻ ചെയ്യുന്നത് ഭരതനാട്യമാണ്. അതൊരു പക്ഷേ എൻ്റെ ഒരു ഇമോഷണൽ മെൻ്റൽ പേസിന് വളരെ ചേർന്നത് കൊണ്ടായിരിക്കാം. അതിൽ വളരെ വിളംബമായ ഒരു സഞ്ചാരത്തിനും വളരെ ദ്രുതഗതിയിലുള്ള സഞ്ചാരത്തിനും ഒക്കെ സാധ്യതയുണ്ട്. അത് എൻ്റെ തന്നെ പേഴ്സണാലിറ്റി പോലെ തന്നെ എങ്ങനെ വേണമെങ്കിൽ പോവാം എന്നുള്ളൊരു വളരെ ബ്രോഡ് ബേസ്ഡാണ് ഭരതനാട്യം. അതുകൊണ്ട് എനിക്കത്, പക്ഷേ എല്ലാത്തരം നൃത്തരൂപങ്ങളെയും ഞാൻ ആസ്വദിക്കാറുണ്ട്. ഒരു ഒഡീസി പെർഫോമൻസ് കണ്ടാൽ ആസ്വദിക്കും. ഒഡീസിയുടെ ചലനങ്ങൾ ഈ പറഞ്ഞ പോലെയാണ്. ഒരു സ്കൾപ്ചർ നമ്മൾ കാണുമ്പോൾ ആ സ്കൾപ്ചറിന് ജീവൻ വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഒഡീസി രൂപങ്ങൾ. അവിടെ സ്ത്രീകളെ കാണാറുണ്ട് ഞാൻ. അതായത് വിങ്ങി പൊട്ടുന്ന സ്ത്രീകൾ, എങ്ങനെയെങ്കിലും ഒന്നിൽ നിന്ന് പുറത്തു വന്നാൽ മതി എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന സ്ത്രീകളെ പോലെയാണ് ഈ ബിംബങ്ങൾക്ക് ജീവൻ വയ്ക്കുന്ന പോലത്തെ ഒഡീസിയുടെ ചലനങ്ങൾ. അപ്പോൾ ഇതെല്ലാം തന്നെ എനിക്ക് വളരെ മോട്ടിവേറ്റിംഗ് ആണ്, അങ്ങനത്തെ കാഴ്ചകളെല്ലാം തന്നെ. AI കാര്യം പറയുകയാണെങ്കിൽ AI-യെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ളൊരു സമയം പോലും ആയിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്കൊക്കെ ചില സൂചനകളേ ഉള്ളൂ, ചില ഊഹങ്ങളേ ഉള്ളൂ. നാളെ ഇത് മനുഷ്യൻ്റെ ചിന്തകളെ ബാധിച്ചേക്കാം, മനുഷ്യൻ ചിന്തിക്കാൻ മടിയനായി തുടങ്ങിയേക്കാം AI കാരണം. പക്ഷേ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസും ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കും എല്ലാ നൊട്ടേഷൻസിനും എല്ലാ പകർത്തുകൾക്കും അപ്പുറമാണ്. ഭാവം എന്ന് പറയുന്നത് കൃത്യമായൊരു വരയല്ല, അത് വരയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തുമുണ്ട് ഭാവം. അപ്പോൾ AI പോലെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒന്നിനെ രേഖപ്പെടുത്തുമ്പോൾ അത് 2 വരകളായിട്ടാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ ഈ വരകൾക്കിടയിലുള്ളതിനെ മനുഷ്യൻ നിർമ്മിച്ചേ പറ്റൂ. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ധാരണ അതിനെക്കുറിച്ച്. ഇനിയും AI-യെക്കുറിച്ചുള്ള ധാരണ കൂടുന്തോറും ഇതിന് വ്യത്യാസം വരുമായിരിക്കും. ഇതൊരു കാറ്റഗോറിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും അല്ല ഈ പറഞ്ഞത്. സംഗീതം അതുപോലെയാണ്. സംഗീതത്തിൽ ഇപ്പോൾ എന്നല്ല എന്ന് പറയുന്നത്, ആ ഗമക എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെയൊക്കെ ഒരു ബലം. അതാണ് അതിൻ്റെ എസൻസ്. അതെങ്ങനെ ഒരു ഇപ്പോൾ ഓട്ടോ ട്യൂണിംഗ് എന്നൊക്കെ പറഞ്ഞ കുറേ സംവിധാനങ്ങളുണ്ട്. അതിൽ പോലും ഗമകം ഡിഫിക്കൽട്ടാണ്. നേർവരകളെ മാത്രമേ അവിടെ എടുക്കുകയുള്ളൂ. പിന്നെ ഒരു ശരിയായി ഗണിക്കുന്ന ഒരു തലത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നാൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതിനെ ഏറ്റവും നല്ലതെന്ന് വിളിക്കുന്ന ഒരു കാലം വരും. ആ കാലത്തിന് എനിക്ക് ഭയമാണ്.
ഏത് മേഖലയിലും. Thank you so much. ഇവിടെ അഞ്ജന ഹാഡ് എ ക്വസ്റ്റ്യൻ ഇവിടെ. You lived in two era, like before social media and after social media. ക്രിയേറ്റീവായിട്ട് വളരെ കാര്യമായിട്ട് വർക്ക് ചെയ്യുകയും അതിൻ്റെ റിസൾട്ട്സ് അല്ലെങ്കിൽ അതിനെ കൃത്യമായി ഡിജിറ്റലി റെക്കോർഡ് ചെയ്യേണ്ട ഒരു ആവശ്യകതയില്ലാതെ നമ്മളുടെ സന്തോഷവും അതുപോലെ എത്തുന്ന റീച്ചും ഈ നമ്പർ ഓഫ് വ്യൂവേഴ്സോ അല്ലെങ്കിൽ നമ്മളൊരു ഇൻഫ്ലുവൻസർ ആവേണ്ട ആവശ്യമോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് പിന്നീട് ഈ ഇറ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദ സ്റ്റൈൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോംവർക്ക് ഇല്ല, ഈ പറയുന്ന പാഷൻ മിസ്സാവുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷനേക്കാളും ഒക്കെ വളരെ കുറഞ്ഞ കോൺട്രിബ്യൂഷൻസിലേക്ക് തന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ പോപ്പുലാരിറ്റി ആണ് പ്രയോറിറ്റി ആയി വരുന്ന ഒരു എറയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് അതിനെ നിങ്ങൾ ഇമോഷണലി ആസ് എൻ ആർട്ടിസ്റ്റ് ആൻഡ് ആസ് എ ക്രിയേറ്റീവ് പേഴ്സൺ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ആൻഡ് ഹൗ ക്യാൻ യു ആക്ച്വലി കീപ്പ് അപ്പ് ദ പേസ് വിത്ത് ദ ചേഞ്ചിങ് സെനാരിയോ ഓഫ് ലൈഫ്? ഫോർ മീ ഓർ ഫോർ ഹർ? ബോത്ത് ഓഫ് ദം. ഓക്കെ, എൻ്റെ ഒരു ക്വിക്ക് ആൻസർ എന്ന് വെച്ചാൽ അന്നും ഇന്നും വെൻ യു ഒരു പ്രൊഫഷണൽ കോണ്ടന്റ് ആണെങ്കിലും അതിൽ സ്കില്ലും കോമ്പറ്റൻസും നമ്മൾ അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ അനലോഗിൽ വലിയ ഇതിൽ ബീറ്റ ക്യാമറയിലാണ് എൻ്റെ ആദ്യത്തെ ഷോ വന്നു വെച്ചാൽ പിന്നെ അത് ഡിജിറ്റലായി. പിന്നെ വലിയ സ്ക്രീനിൽ ഞാൻ ചെറിയ സ്ക്രീനിലേക്ക് മാറി. ആൾക്കാരെ പോക്കറ്റിലാണ് എൻ്റെ യൂട്യൂബ് ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ വരുമ്പോൾ നമ്മുടെ ഒരു സമയം മാറി. നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ദ വേ നമസ്കാരം എന്നൊന്നും ഞാൻ പറയാറില്ല. ചില സമയത്ത് വരുമെങ്കിലും ആ ഒരു നമ്മുടെ ടെലിവിഷൻ മോഡൊന്നും മാറാനായിട്ട് നമ്മളെ പഠിപ്പിച്ചു. അത് എൻ്റെ മക്കളുടെ പ്രായമുള്ള കുട്ടികളെ എന്നെ അതൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വൺസ് യു ഹാവ് ദറ്റ് സ്കിൽ അപ്സ്കിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾ IT എഞ്ചിനീയർ ആണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ പാഷനാണെങ്കിലും ഡാൻസ് ആണെങ്കിലും എപ്പോഴും ചുറ്റും നടക്കുന്നത് കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ആ ഒരു വിവരവും കുറച്ച് ആ ഒരു അനലൈസ് ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ ഐ തിങ്ക് വിൽ ബി ഓക്കെ. പിന്നെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി ഫോർ യു. എല്ലാവർക്കും അവരിൽ നിന്ന് ഇനി എന്താ അടുത്ത് നല്ലത് ചെയ്യുക എന്നുള്ളതാണ്. സോ ഐ തിങ്ക് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. പഠിപ്പിക്കുന്നത് എനിക്കൊരു ലേണിംഗ് പ്രോസസ്സാണ്. പിന്നെ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും നമ്മളോട് സ്വയം ചോദിക്കാത്ത ചില ചോദ്യങ്ങൾ പുതിയ കുട്ടികൾ നമ്മളോട് ചോദിക്കും. അപ്പോഴാണോ ഇങ്ങനൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ടെന്നും ഇതിനൊരു ഉത്തരം ആകാം എന്നും തോന്നുന്നത്. അപ്പോൾ നമ്മളെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന, നമ്മളെ ചോദ്യം ചെയ്യുന്ന, ക്രിട്ടിക്കലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമൂഹത്തിൻ്റെ നടുവിൽ നമ്മൾ തുറന്ന മനസ്സോടെ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ജീവിച്ചു പോകും. നമ്മളെ തന്നെ പൂട്ടി വെച്ചാൽ ഇതൊന്നും എനിക്ക് ബാധിക്കുന്നില്ല, ഇതൊന്നും പുതിയ ജനറേഷൻ വേറെ, ഞാൻ വേറെ, അങ്ങനെയില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ ഒഴുകുന്ന ഒരു ജനറേഷനായി പോവുക. പുതിയതിൽ നിന്നൊന്നും പഠിക്കാനില്ല, ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരം വന്നാൽ നമ്മൾ അന്ന് വീട്ടിലിരിക്കും. എപ്പോഴും ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയും. അപ്പോൾ എൻ്റെ അമ്മ പറയും ഓൺലി ഡെഡ് ഫിഷ് ഗോ വിത്ത് ദ ഫ്ലോ, അതിൽ നീന്താനും പഠിക്കണം എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒബ്വിയസ്ലി ടീനേജേഴ്സിൻ്റെ ഇടയിൽ ലാർജ് സ്കെയിലായിട്ട് സോഷ്യൽ മീഡിയ യൂസേജ് ഉണ്ട്. ലൈക്ക് മോസ്റ്റ് ഓഫ് ദം ആർ ഓൾമോസ്റ്റ് അഡിക്റ്റഡ്. സോ ദിസ് ഈസ് മൈ ഒബ്സർവേഷൻ, കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. ലൈക്ക് ക്രിയേറ്റീവ് തിങ്കിങ് ഒബ്വിയസ്ലി കുറയുന്നുണ്ട് ചില സ്റ്റുഡൻസിൻ്റെ ഇടയിൽ. ഓൾസോ സ്പീക്കിംഗ് സ്കിൽസ്, വൊക്കാബുലറി അല്ല, ഒരാളോട് എങ്ങനെ സംസാരിക്കണം അതിൻ്റെ രീതിയിൽ ഇത് കുറഞ്ഞു വരുന്നുണ്ട്. സോ ഇഫ് ദിസ് ഗോസ് ഓൺ in the future, do you think it will affect the way maybe I'm just saying Gen Z or the teenagers right now, as they grow up in the future, their creativity in a large scale would go down and so on? And if it is happening, what are the measures that we can do, or what do you think we can prevent it? And both of you, it's fine. Start. ഫോർ മീ, നമ്മളിപ്പോൾ ഒരു ആർട്ടിക്കിളിൻ്റെ കാര്യം പറയാം.
ഇറ്റ് കുഡ് ബി എ ലോങ് ഫോം ഇൻ്റർവ്യൂ. ഓക്കെ, ഒരാളൊരു 10,000 വാക്കിൽ നമ്മൾ പത്രത്തിൽ അടിച്ചു വരുന്നൊരു കാര്യം പിന്നെ ഓൺലൈനിൽ വരുമ്പോൾ അതിൻ്റെ ചെറിയ വെർഷനാണ് വരിക. പിന്നെ അത് കാണാനായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനും അതിൻ്റെ വേർഡ്സ് കുറഞ്ഞു. ദെൻ ഇറ്റ് ബിക്കംസ് എ ട്വീറ്റ് വിച്ച് ഇസ് 230 or whatever words it is. അപ്പോൾ പല രീതിയിലും നമുക്ക് ഇൻഫർമേഷൻ തരാനുള്ള ഒരു വഴി നമുക്കുണ്ട്. നമ്മളത് സെലക്ട് ചെയ്യണം. ഇഫ് യു ആർ എ പ്രൊഫഷണൽ യു വിൽ ഓൾവേസ് അപ്ഡേറ്റ് യുവർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അല്ലേ. നാളെ ജോലിക്ക് ആവശ്യമായ പ്രൊഫഷണൽ ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. അപ്പോൾ അതിൽ നമുക്ക് എന്തെല്ലാം എഴുതാൻ നമുക്കറിയാം. അപ്പോൾ ഈ പിക്ക് ആൻഡ് ചൂസ് നമുക്കുണ്ട്. അവനോട് വേണമെങ്കിൽ വിച്ച് എവർ വേ. സോ ഐ ഓൾവേസ് സേ പ്ലീസ് ഇൻക്രീസ് യുവർ GQ എന്താണെന്നറിയോ? ഗൂഗിൾ കോഷ്യന്റ്. അതായത് എൻഷുർ ദാറ്റ് വാട്ട് യു വോണ്ട് ടു പിക്ക് ഇറ്റ് അപ്പ്. ഇത് എല്ലാവരും പോണ വഴിക്കൂടെ പോകാതെ പലരും ഉണ്ടല്ലോ. ഇപ്പോൾ വി ഹാവ് ദിസ് യംഗസ്റ്റ് വേൾഡ് ചെസ് ചാമ്പ്യൻ അല്ലേ, അത്ര പ്രായമുള്ളൂ, അദ്ദേഹം ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുന്നുണ്ടാവും. സോ ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. അതിന് നമ്മൾ പ്ലാറ്റ്ഫോംസിനെയൊന്നും കുറ്റം പറയണ്ട. നമുക്കൊരു ഡിസിപ്ലിൻ വേണം. നിങ്ങൾക്ക് നാളെ പരീക്ഷയാണെങ്കിൽ തലേ ദിവസം യു വിൽ ഡെഫിനറ്റ്ലി ഡു എ ഡിസിപ്ലിൻ അറൗണ്ട് യു. നാളെ നല്ല ജീവിതത്തിലൊരു ചിട്ട ഉണ്ടാവുമല്ലോ. ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ് ഐ തിങ്ക്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നമുക്ക് എല്ലാ ജനറേഷൻ ആൾക്കാർക്കും ഉണ്ട്, റൈറ്റ്? അത് നമുക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് ബേസിക്കലി മനസ്സിൻ്റെ ഒരു ഇതാണ്. അത് ഐ ഫീൽ upskilling yourself, reading about it, get your content, get a seat in the table, then you need to be respected. Learn and earn respect. You need to have that kind of a confidence, and confidence comes from experience. Experience comes from reading and ensure acquiring knowledge. ക്രിയേറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡാൻസ് ഒരു കോമ്പസിഷൻ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഇന്നത്തെ ഒരു ടെൻഡൻസി അത് അവർ ഇൻസ്റ്റഗ്രാമിലും തിരയും, ഗൂഗിളിൽ തിരയും ആ കോമ്പസിഷൻ. ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാണുന്നു. ഇതിൽ ശരിയാണോ തെറ്റാണോ മോശമാണോ നല്ലതാണോ അങ്ങനെയൊന്നുമല്ല പറയുന്നത്. പക്ഷേ ഒരു പ്രായം വരെ ആസ് എ ഡാൻസ് സ്റ്റുഡൻറ്റ് നമുക്ക് ശരി തെറ്റുകളെ ഇല്ലെങ്കിൽ അതിലെ ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കാനുള്ള അറിവായിട്ടില്ല. ആ അറിവിലേക്ക് എത്തുന്നത് വരെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഇത്രയധികം ഇൻഫർമേഷൻ ഇങ്ങനെ ഇറ്റ്സ് ബീങ് ബൊംബാർഡഡ് ഓൺ യു ആൻഡ് യു ഡോണ്ട് നോ വാട്ട് ടു ചൂസ്, വെൻ ടു ചൂസ്, വേർ ടു ചൂസ്, ഏതാണ് നമുക്ക് ശരിക്കും ഉപയോഗപ്പെടുന്നത് ഇതൊന്നും നമുക്കറിയില്ല. അറിയാതെ നമ്മൾ പലതും കാണും, പലതിലും ഇൻഫ്ലുവൻസ്ഡ് ആവും, പലതും നമ്മളെ ബാധിക്കും. നമ്മുടെ ശരീരത്തിൽ ഡാൻസിനെ സംബന്ധിച്ച് അങ്ങനെയാണ്, നമ്മുടെ ശരീരത്തിൽ നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങൾ സ്വാധീനിക്കും. അപ്പോൾ എല്ലാം തന്നെ മിമിക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. നമ്മളെ കണ്ടെത്താൻ കുറച്ച് വൈകും. മറ്റേതങ്ങനെയല്ല. പണ്ട് പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയും ഇപ്പോൾ ഒന്നും കാണണ്ട, ഒരുപാട് കാണേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇത്രേ ചെയ്യാവുള്ളൂ, പ്രാക്ടീസിൻ്റെ ഒരു രീതിയുണ്ട്, ഓവർ എക്സ്പോസ്ഡ് ആവണ്ട, ഇപ്പോഴേ പ്രോഗ്രാംസ് ചെയ്ത് തുടങ്ങണ്ട, ഇപ്പോഴേ പബ്ലിക്കിൻ്റെ മുമ്പിൽ വിസിബിളായി തുടങ്ങണ്ട എന്ന് പറയും. ഇതിനൊക്കെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. നമ്മുടെ ദി ബെസ്റ്റ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒരു ബെസ്റ്റ് ആവുന്ന സമയത്ത് നമ്മളെ കണ്ടാൽ മതി എന്നുള്ള ഒരു തീരുമാനം അതിൽ ഉണ്ടായിരുന്നു. ഇന്നതല്ല, ഇത്രയാവുമ്പോൾ കാണിക്കും, കുറച്ചും കൂടെ ആകുമ്പോൾ കാണിക്കും. അപ്പോൾ നമ്മൾ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പല 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 അവസ്ഥകൾ നമ്മൾ കാണേണ്ടി വരും. കുറച്ച് നന്നായിട്ട് കാണാൻ വേണ്ടി ക്ഷമ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണെന്ന് തോന്നുന്നു. ഇതൊന്നും ഇതാണ് ശരി എന്നുള്ള ഒരു സെൻസിലല്ല പറയുന്നത്. ഇന്നത്തെ ശരിയല്ല നമ്മുടെയും നാളത്തെ ശരികൾ മാറിയേക്കാം. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഭ്രമം കൂടുതൽ നമ്മുടെ സമയത്തിനെ അത് ഒരുപാട് അപഹരിക്കുന്നു. ഇപ്പോൾ ഒരു വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കുറേ ഇമേജസ് ഉണ്ട്. ഇമാജിനേറ്റീവാണ് വായന എന്ന് പറയുന്നത്. ഇമാജിനേഷൻസിനെ തരും. ആ കപ്പാസിറ്റി ബ്രെയിനിൽ നിന്ന് പൂർണ്ണമായിട്ട് എടുത്തു കളയുന്ന ഒന്നാണ് നിരന്തരമുള്ള നമ്മുടെ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്. കാഴ്ചകൾ ഇന്നതാണ് എന്ന് നമ്മുടെ മുന്നിൽ വരികയാണ്, നമുക്ക് മനസ്സിൽ കാണാനുള്ള ഒരു അവസരമില്ല. നമ്മളൊന്നും മനസ്സിൽ കാണുന്നില്ല, എല്ലാം സ്ക്രീനിലേ കാണുന്നുള്ളൂ. അപ്പോൾ ആ കപ്പാസിറ്റി ഗ്രാജുവലി ഇല്ലാതാവും. നടക്കാനുള്ള കപ്പാസിറ്റി നടന്നാലേ ഉണ്ടാകുന്നുള്ളൂ എന്ന് പറയുന്നത് പോലെ ഒന്ന് തന്നെയാണ് അത്. പക്ഷേ ഇത് അഗൈൻ ഒന്നിനെയും ഇതാണ് ഇതിൻ്റെ അവസാന വാക്യം ഇല്ല. അവിടെ അന്ധകാരമുള്ള സ്ഥലത്ത് ഒരാൾ മൈക്ക് വെച്ച് ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. യെസ്, അതെ. ഹലോ, എൻ്റെ ചോദിച്ചോളൂ. എൻ്റെ ചോദ്യം രേഖാ മേമിനോടാണ്. അപ്പം രേഖാ മേമിനെ പോലെ ഒരു ആസ്പയറിങ് ഇൻ്റർവ്യൂവർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് മേമിന് എന്താണ് പറയാനുള്ളത്? അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടെയുണ്ട്. മാം ഒത്തിരി സെലിബ്രിറ്റീസിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത ഒരാളാണ്. അപ്പം അവരുടെ ഇമോഷൻ ഹേർട്ട് ചെയ്യാത്ത രീതിയിലാണ് മാം ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനുള്ള 2-3 ഒരു ടിപ്സ് ആസാൻ
ആസ്പയറിങ് ഇൻ്റർവ്യൂറിനോട് എങ്ങനെയാണ്? താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ ഞാൻ വലിയൊരാളാണെന്നൊരു വിചാരം മാറ്റി വയ്ക്കുക. ഞാൻ പഠിച്ച് ഞാൻ ടി വിയുടെ മുമ്പിൽ വരാൻ പോകണം, ഐ ഹാവ് സംതിങ് ഡിഫറെൻറ്റ്. ആ ഒരു അവനവനെ പറ്റി ഒരു ഭാവം, യു ഹാവ് ടു ലേൺ. നമ്മൾ പഠിച്ച് കോൺഫിഡൻസ് ഉണ്ടാവണം, പക്ഷെ ഓവർ സ്മാർട്ട് ആവരുത്. അങ്ങനെ ഒരു 10 സെക്കൻഡ് നമുക്ക് കിട്ടുന്നൊരു ഭാഗ്യം. അത് മാത്രമല്ല, മുമ്പിലിരിക്കുന്ന ആളോട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അദ്ദേഹം വന്ന് ഈ ക്യാമറ ഓൺ ചെയ്തതിന് മുമ്പ് തന്നെ ഒരു 10 മിനിറ്റ്, ഇപ്പം ഞങ്ങൾ ഇത്രയും കാലത്തെ ഫ്രണ്ട്സാണ്, ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂർ സംസാരിച്ചു ഇന്ന് എന്താ പറയേണ്ടതെന്ന് അറിയാൻ. അപ്പം ഞങ്ങൾ തമ്മിൽ വോംത്ത് ഉണ്ട്, നിങ്ങൾ കൈ പിടിച്ചാൽ മതി, നമുക്ക് പിന്നെ ഒന്നും പറയാം. നമ്മൾ ഒരു 2 മണിക്കൂർ ഇനിയും വർത്തമാനം പറയും. പക്ഷെ അങ്ങനെയുള്ള ആളോടല്ലോ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോണേ. അപ്പോൾ അദ്ദേഹം എന്താണെന്നോ അല്ലെങ്കിൽ അവരെന്താണെന്നോ അവരുടെ എന്താണ് പ്രൊഫഷൻ എന്ന് കൃത്യമായി പഠിച്ചു വന്ന് പിന്നെ ആ ഒരു 10 മിനിറ്റ് ഒരു വാം അപ്പ് പീരീഡ് ഉണ്ട്. നമ്മളൊരു അവനെ പറ്റിയും പറയണം, ഞാൻ ഇന്ന സ്റ്റുഡൻ്റ് ആണെന്നും ഞാൻ ഇന്ന കോളേജിൽ പഠിക്കുകയാണെന്നും ഇതാണ് എൻ്റെ ആസ്പിറേഷൻ എന്നും. മേക്ക് എ എലിവേറ്റർ പിച്ച് അറൗണ്ട് യു. എലിവേറ്റർ പിച്ച് എന്ന് പറയുന്നത് അറിയാലോ, ഒരു മിനിറ്റിൽ ഒരു ലിഫ്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് എത്തുന്ന രീതി വരുമ്പോൾ നമുക്ക് നമ്മളെപ്പറ്റി പറയാവുന്ന 4-5 നല്ല കാര്യങ്ങൾ. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആണെങ്കിൽ ആ സിനിമയെ കണ്ടിട്ടുണ്ടെങ്കിൽ, കാണാതെ പറയരുത് കേട്ടോ, കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം കൃത്യമായി ജെനുവിനായിട്ട് അതിലൊരു സീനിനെ പറ്റി പറയാം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാവുന്ന ഒരാളുടെ വോംത്ത് ക്രിയേറ്റ് ചെയ്യുക. അതാണ് നമുക്ക് ഇൻ്റർവ്യൂവിൽ വരുമ്പോൾ ആ ഒരു കോമൺ ഒരു ഇത് വരട്ടെ. വി സ്പോക്ക് അബൌട്ട് ഇറ്റ് എന്ന് പറയും. പിന്നെ ഇൻ്റർവ്യൂവിന് ഉണ്ടാകുന്ന റിസർച്ച് അത്യാവശ്യമാണ്. അതായത് നമുക്ക് ചിലപ്പോൾ നാളെ രാവിലെ ഇന്ന വരെ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ എൻഷുർ ദാറ്റ് യു കണക്ട് വിത്ത് ദ പീപ്പിൾ അറൗണ്ട് ദറ്റ് പേഴ്സൺ. ഇപ്പം ഞാൻ ഒരു ആക്ടർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ മിക്കവാറും ഐ വിൽ കണക്ട് വിത്ത് ആക്ടേഴ്സ് മാനേജറോ അതല്ലെങ്കിൽ ചുറ്റുപാടുള്ള ചിലപ്പോൾ അമ്മയായിരിക്കാം. ഇവർക്ക് ഇപ്പം എനിക്ക് പരിചയമുള്ളതുകൊണ്ടെങ്കിൽ നേരെ വിളിച്ചു വയ്ക്കുക, ഒന്നൊന്ന് പറയുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ദാറ്റ് ഈസ് ആസ്പയറിങ് ആൾക്കാർക്ക് വേണ്ട 2 കാര്യം ഞാൻ പറയാൻ പോകുന്നത്. ജസ്റ്റ് റിസർച്ച് ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരാളോട് ചോദിക്കുമോ എന്ന് തോന്നും, ഇല്ലേ? ചോദിക്കില്ല എന്ന് പറയുന്നതാണ് വകതിരിവ്, റൈറ്റ്? ദാറ്റ് കൈൻഡ് ഓഫ് അത് ഇൻകൾക്കേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ എന്താ പറഞ്ഞ രണ്ടാമത്തെ ഇമോഷണൽ കാര്യങ്ങൾ. ചില സമയത്ത് ചിലവർ പറയും ഇത് ചോദിക്കാൻ പാടില്ല. ഇപ്പോൾ സംവെയർ ഹീസ് വുഡ് ഹാവ് ബീൻ പിന്നെ വീണ്ടും ചോദിച്ച് ബുദ്ധിമുട്ടിച്ച് അതിനെപ്പറ്റി പറയാമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മൂഡ് കളയരുത്. പിന്നെ മൂഡ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മുടെ ചോദ്യത്തിന് ഉത്തരം വരില്ല, എന്നും മൂളിക്കൊണ്ടിരിക്കും അദ്ദേഹം ആ പേഴ്സൺ. സോ നമ്മുടെ പ്രോഗ്രാം നമ്മുടെ കയ്യിലാണ്. 23 മിനിറ്റ് കിട്ടുകയാണെങ്കിൽ 23 മിനിറ്റ് 22.5 മിനിറ്റും കോൺഫിഡൻസോടെ ഇരിക്കാം. ഈ 1/2 മിനിറ്റ് ഞാൻ പറയുന്നത് മൊണ്ടാഷനാണ്. സോ ദിസ് ഇസ് വാട്ട് ഐ തിങ്ക്. ഇതിലെന്തെങ്കിലും താങ്കൾക്ക് ക്യാൻ യു ഗിവ് മീ സംതിങ് എൽസ് വാട്ട് യു ഫെൽറ്റ്? അത് ഞാൻ കേൾക്കാം. മതിയോ? താങ്ക് യു. എന്തെങ്കിലും ക്ലോസിംഗ് റിമാർക്സ് ഉണ്ടോ രണ്ടുപേർക്കും? വളരെ സന്തോഷം. ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കുമ്പോൾ സന്തോഷമാണ്. അങ്ങനെ ഒരു സന്തോഷത്തിന് അവസരം തന്നതിൽ വളരെ സന്തോഷം. പിന്നെ ഈ കുട്ടികൾ നമുക്കെപ്പോഴും പുതിയ ജനറേഷനിൽ നിന്ന് പഠിക്കാനേ ഉള്ളൂ. അപ്പോൾ ഇത്രയധികം യങ്സ്റ്റേഴ്സ് ഉച്ചയ്ക്ക് നമ്മൾ പറയുന്നത് കേൾക്കാനിരിക്കുന്നത് നമുക്ക് ഒരുപാട് ഊർജം തന്ന ഒരു കാര്യമാണ്. ഇത്രയും എന്താ പറയണ്ടേ റെസ്പോൺസ്, വളരെ സ്നേഹത്തോടെയുള്ള റെസ്പോൺസ് തന്നതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു. ഇത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഞങ്ങൾ 2 പേരും ഈ ഒരു വേദിയിൽ ഒരു മോഡറേറ്ററിൻ്റെ ആവശ്യം വേണ്ടെന്ന് ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറേ കണക്ട് ചെയ്ത് പോകാൻ പറ്റും, പിന്നെ അത് ആ കുട്ടിക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതിൽ ലൈക്കും ഷെയറും ഒക്കെ മനസ്സിലാണെന്നറിയാം. സോ അത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ ഐ എം സോ ഹാപ്പി ദാറ്റ് ഞങ്ങളുടെ 2 പേരുടെയും ഈ ഒരു സുഹൃത്ബന്ധത്തിന് ജെയിൻ യൂണിവേഴ്സിറ്റി ഇൻ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ഒരു വേദിയായിരുന്നുള്ളത്. താങ്ക് യു. താങ്ക് യു വൺസ് അഗൈൻ ജെയിൻ യൂണിവേഴ്സിറ്റി ആൻഡ് ഇവിടെയുള്ള ഓരോ അതിൻ്റെ സംഘാടകർക്കും നന്ദി. അതെ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. വെൽ മെയിൻ ആൻഡ് ഓർഗനൈസ്ഡ് ഇവൻറ്റ്, വെൽ ക്യൂറേറ്റഡ് തോട്ട് പ്രോസസ്. എല്ലാവരും ഫാക്കൽറ്റി മെമ്പേഴ്സ്, ടോം, എവ്രി വൺ ഹിയർ, താങ്ക് യു സോ മച്ച്. ഇൻക്ലൂഡിങ് ദ കുട്ടികൾ, ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്ന കുട്ടികളോടുള്ള സംസാരം. ഇന്നലെ ഞാൻ ഒരാളോട് 1 മണിക്കൂർ സംസാരിച്ചു. ഹി ഗേവ് മി ലോട്ട് ഓഫ് ഇൻപുട്സ് ഓൺ സൈബർ സെക്യൂരിറ്റി. So that was your student. So thank you so much for this lovely weekend. And thank you for, as she said, wonderful hospitality. We are so proud to hear each of those compliments. And ഇവർക്കൊരു സ്നേഹ സമ്മാനം നൽകാനായി ഞാൻ ഡോക്ടർ മധുകുമാറിനെയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. വളരെ കറക്റ്റായി അദ്ദേഹം ഇവരുടെ 2 പേരുടെയും വർക്ക് വളരെ ക്ലോസ്ലി ഫോളോ ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലായി. ആ ചോദ്യവും സ്നേഹത്തോടെ ചോദിച്ചത് കൊണ്ട് ക്ഷമിക്കണം. ഡോക്ടർ സതികുമാറിനെ സ്നേഹത്തോടെ വേദിയിലേക്ക്. അതെ, വയസ്സ് പറഞ്ഞതിൽ ചെറിയൊരു അസ്കിത 2 പേർക്കും ഉണ്ട് കേട്ടോ. സ്വാഗതം ഡോക്ടർ സതികുമാർ.
ഏത് ഇന്റർവ്യൂവർ എത്ര റിസർച്ച് നടത്തി വന്നിരുന്നെങ്കിലും നിങ്ങൾക്ക് പരസ്പരം അറിയാവുന്ന അത്രയും കാര്യങ്ങൾ അവർക്ക് ചോദിക്കാൻ പറ്റുമായിരുന്നില്ല. സോ ദിസ് വാസ് ദ പെർഫെക്റ്റ് ഫോർമാറ്റ്, ദിസ് ഫയർസൈഡ് ചാറ്റ്, ആൻ ഇന്റിമേറ്റ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ദീസ് ടു ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച്. ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കാനായി ഒന്ന്. അതെ, രേഖ മാമിനെ നമ്മൾ നേരത്തെ